എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 28, 29 തീയതികളിലായി നമ്മുടെ എല്ലാവരുടെയും വളരെ ചിട്ടയാർന്ന രീതിയിലുള്ള ഏറെക്കാലത്തെ പ്രയത്നവും നമ്മുടെ ഗുരുനാഥന്റെ അനുഗ്രഹവും പിന്തുണയും എല്ലാം ഒപ്പം ഗണപതിയുടെ അനുഗ്രഹം എല്ലാം ഒത്തുചേർന്നുകൊണ്ട് വേളൂരപ്പന്റെ അനുഗ്രഹം നമ്മുടെ ഗുരുപരമ്പരകളുടെയും ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ കൂട്ടായ്മയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും മഹത്തരമായ ഒരു യജ്ഞം ഇനി നമുക്കെന്നല്ല ആർക്കും നടത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതില് ഒരു സംശയം അക്കാര്യത്തിലില്ല. അത്രയും 32 പേര് ഹോമത്തിനിരിക്കുക, അതിന്റെ 27 ഹോമകുണ്ടത്തിന്റെ അടുത്ത് 27 പേർ പൂജയ്ക്ക് ഇരിക്കുക. നമ്മൾ വളരെ നേരത്തെ ചിട്ടപ്പെടുത്തി എന്നല്ലാതെ ഒരാളെയും തലേ ദിവസമോ 28-നോ 27-നോ 26-നോ ഒന്നും ആരെയും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ കൃത്യസമയത്ത് 27-ന് ഉച്ച മുതൽ തന്നെ നമ്മുടെ എല്ലാ അംഗങ്ങളും അവരവരുടെ അനുസരിച്ച് എത്തിച്ചേർന്നു. അവിടെ 27-ാം തീയതി രാത്രി 1 മണിയാകുമ്പോഴേക്കും നമുക്ക് മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാക്കുവാനും സാധിച്ചു. ഹോമകുണ്ടം അത് ഭംഗിയായി അലങ്കരിച്ച് അവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി, അത് ആരോടും ഇന്നത് ചെയ്യൂ എന്ന് പറയേണ്ടി വരിക പോലും ഉണ്ടായിട്ടില്ല. അത്രയും ഭംഗിയായിട്ട് നമുക്ക് അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനും, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടും ഭക്തിയോടും ചെയ്തത് കൊണ്ട് തന്നെ ഗണപതിയുടെ പൂർണ്ണമായ അനുഗ്രഹം കൊണ്ട് കാലാവസ്ഥ നമുക്ക് അനുഗ്രഹിച്ചു തന്നു. വേറെ മഴയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് ഒരു ഘട്ടെത്തിയപ്പോഴ് പിന്നെ എനിക്ക് 4 ഭാഗത്തുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെച്ചാല് ആ മൂലമന്ത്രം തന്നെ കുറച്ച് വിഷമമുള്ള മൂലമന്ത്രം, ഞാൻ കണ്ണടച്ച് മൂലമന്ത്രത്തിലേക്ക് മുഴുകി. പിന്നെ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോഴാണ് ജനസഹസ്രം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചത് നന്നായി. കണ്ണടച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ എന്റെ സൈഡിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പൊ ഒരു ഭക്തിയുടെ ഒരു പുതിയ തലത്തിലേക്ക്, പുതിയ ചിന്തയിലേക്ക് എന്നെയൊക്കെ കൊണ്ടെത്തിക്കാനും അത് ഞാൻ ഹരിയേട്ടനുമായി പങ്കുവെച്ചു. കാരണം എന്താ വെച്ചാല് എന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന ഹരിയേട്ടനാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ശുദ്ധാണ്. പിന്നെ ഇതേപോലെയുള്ള അമ്പലങ്ങളും ആൾക്കാർ കൂടുന്ന അമ്പലങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും, പിന്നെ ഹരിയേട്ടൻ തന്ത്രമുള്ള അമ്പലത്തിലാണെങ്കിൽ ഹരിയേട്ടൻ പറഞ്ഞതിനപ്പുറം ഇല്ല. തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൊടില്ല അവരും. പക്ഷെ അവിടെ വേറൊരു തലമാണ്, അതും ഭക്തിയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് ഇത്തരം കർമ്മങ്ങൾ. അപ്പൊ ആ തലത്തിലേക്ക് പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോ എനിക്ക് തന്നെ എന്നെ ഗണപതി ആ തലത്തിലേക്ക് ഉയർത്തി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ എണീറ്റ് ചിലപ്പം എനിക്ക് ദേഷ്യമൊക്കെ വരികയായിരുന്നു. ചില ആ മൂലമന്ത്രം കുറച്ച് ടഫായിട്ടുള്ളൊരു മൂലമന്ത്രമാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അവനവന്റെ ഗണപതി ഹോമത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ട് ചുറ്റുമുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഭക്തന്മാരെയോ ഒന്നുപോലും ചിലപ്പോൾ ആർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ജനസഹസ്രായിരുന്നു. 1000-ൽ കൂടുതൽ തന്നെ ആൾക്കാർ. പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാല് അമ്പലത്തിന്റെ കോമ്പൗണ്ടിന് പുറത്ത്, ആ ഗേറ്റിന് പുറത്ത് വരെ ആളുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഒരു പീക്ക് ടൈമിൽ അത്രയും ജനങ്ങളായിരുന്നു. അപ്പോൾ അത്രയും ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പദ്ധതി എന്തെങ്കിലും ചില കുറവുകൾ ചിലപ്പോ അതിപ്പോ എത്ര നമ്മൾ ഒരുങ്ങിയാലും അത് ഉണ്ടാവാതിരിക്കില്ല. അങ്ങനെയുള്ള പോരായ്മകൾ നമ്മൾ കഴിഞ്ഞ കുറെ കാര്യങ്ങൾ നടത്തി പരിചയമുള്ളതുകൊണ്ട് നമുക്കത് നടത്താൻ സാധിച്ചു. അതിൽ എല്ലാവരോടും നന്ദിയുണ്ട്.
പിന്നെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ആരെങ്കിലും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തായാലും കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം പൂ കൊടുത്തയച്ചു. അത് വളരെ കൃത്യമായിട്ട് ശങ്കരനാരായണൻ ഏറ്റുവാങ്ങി അത് സന്തോഷ് ലാഗയിലൂടെ നമ്മുടെ അവിടെ എത്തി. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ എല്ലാവരും പിരിഞ്ഞുപോയി. അവസാനം ഞങ്ങൾക്ക് ഭക്ഷണം വരെ വിളമ്പിത്തന്ന് 29 ഉച്ച വരെ 3 മണി 2:30 എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടുന്ന് പിരിയുമ്പോൾ ഞങ്ങളെ കമ്മിറ്റി കഴിയാൻ 4 മണിയായി. 2:45 ഞങ്ങൾ ഊണ് കഴിച്ചു. ആ ഊണ് കഴിക്കുന്നത് വരെ 27 തുടങ്ങിയ ഓട്ടം ഉണ്ണികൃഷ്ണനും ചെറുവള്ളിയും സുമേഷ് മേപ്പാടും അവിടെ ഉണ്ടായിരുന്നുള്ള. അതിലും അങ്ങനെ ഓരോരുത്തരെയും ഒരാളുടെ പേര് ഞാൻ ഇത് ആദ്യ അവസാനം എന്നുള്ള ഈ 2 പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൈമെയ് മറന്ന് നമുക്ക് ആരെയും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ധർമ്മം നമ്മുടെ കർത്തവ്യം നിർവഹിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പ്രയാസവും. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ മഹായജ്ഞം നടത്താൻ സാധിച്ചു. നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ കൂട്ടായ്മ നമുക്ക് എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുവാൻ സാധിക്കണം. നമ്മൾ ഒരുപാട് ചിന്തകൾ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് അതിന്റെ ഫലം നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മുടെ ചിന്തകൾ എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തില് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് ഭാവിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി. നമ്മുടെ ഗുരുനാഥനോടും നന്ദി പറയുകയല്ല, ഗുരുനാഥന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു അവലോകനം നടത്തുക. അതിന്റെ നമുക്ക് ഇനിയും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പദ്ധതി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന മറ്റൊരു വലിയൊരു പദ്ധതി, 2 പദ്ധതികൾ ഞാനത് ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന എപ്പോഴെങ്കിലും 1-2 വർഷം കഴിഞ്ഞിട്ട് നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കണം. അത് അക്ഷരപൂജയാണ്. 52 പേര് ഇരുന്നിട്ടുള്ള അക്ഷരപൂജ. അതുപോലെ തന്നെ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വൃക്ഷപൂജ, ഈ അതിദേവതയുടെ പൂജയും ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് അന്ന് ചിട്ടപ്പെടുത്തിയതല്ലാതെ നമ്മൾ ചെയ്തതുപോലെ, അതായത് നമ്മളിപ്പോ ഗണപതി ഹോമം ഈ 32 ഹോമകുണ്ടങ്ങളിൽ ചെയ്തത് അതൊരു 100% എന്ന് പറയാം. അതായത് നമ്മുടെ പൂജാപഠനം പഠിതാക്കൾ എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ മൂലമന്ത്രം ബാലപ്രസൂതമാത്രേയം ആ മന്ത്രം അങ്ങനെ ഓരോരുത്തരും അവരുടെ ധ്യാനവും അവരുടെ മൂലമൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ അത് ബൈഹാർട്ടായാലും ഇപ്പൊ ദിവസം ഞാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് ധന്വന്തരി മന്ത്രം ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്. അതാരും മറന്നുപോകാതിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. നമ്മള് ശ്രീസൂക്ത ഹോമത്തിന് വേണ്ടി ശ്രീസൂക്ത പഠിച്ചിട്ടുണ്ട്. അതും നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ തിരക്കുണ്ടെങ്കിലും ചെയ്യണം. അതുപോലെ ഈ ഗണപതി ഹോമം പറ്റുമെങ്കിൽ ആ മന്ത്രം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വന്നത്, അത്രയും കൃത്യമായി അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് അതിന്റെ മന്ത്രം ചിട്ടപ്പെടുത്തി പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതുപോലെ നമുക്കിനി ഒരു 27 അതിദേവതയുടെ പൂജ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടെന്നാണ് അന്ന് തന്നെ ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇപ്പൊ തിരുത്തണ്ട, നമുക്കത് ഒരു പഠിച്ച് അതിലൊരു ഗവേഷണം കൂടി നടത്തണം. ഇപ്പൊ പൂഷാവ് അങ്ങനെ ഒരുപാട് ദേവതകളെ കുറിച്ച് ആ 27 അതിദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ അതിദേവതകളെ കുറിച്ച് വിശദമായി പഠിച്ച് ഹരിയേട്ടനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് നമ്മൾ തന്നെ അത് എവിടെയെങ്കിലും നമുക്കത് നടത്താൻ സാധിക്കണം. അതിന് നമ്മളെ ഗണപതി അനുഗ്രഹിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ നമുക്ക് 52 അക്ഷരദേവതകള്, അതിന്റെ കുറച്ച് ഡാറ്റകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, പിന്നെ അത് അവിടെ നിർത്തിവെച്ചതാണ്. അതും നമുക്ക് ഭാവിയിൽ നടത്താൻ സാധിക്കണം. അങ്ങനെ 2-3 പദ്ധതികൾ ഹരിയേട്ടനുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടത്താൻ ഇനിയും നമുക്ക് ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താൻ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, നമുക്കത് രേഖപ്പെടുത്തി വെച്ചിട്ട് നമുക്ക് വരുംകാലങ്ങളിൽ അത് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെച്ചപ്പെടുത്താനും പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. അപ്പൊ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
പേര് വിളിക്കണ്ട, ഓരോരുത്തർ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ TVSRC എന്ന് നമ്മൾ ഒരു പൂജാ പഠിതാക്കളുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഇതെങ്ങനെയാവും എന്നൊക്കെ ഒരു സംശയത്തോടു കൂടി മാത്രം നമ്മൾ തുടങ്ങിയതാണ്. പക്ഷെ അത് ഇന്നതിൻ്റെ ഒരു ഫലം നമ്മൾ കാണുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമേട്ടൻ പറഞ്ഞ പോലെ ശ്രീരാമേട്ടൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവരെയൊക്കെ ഒന്നും വിളിക്കണില്ലേ, വിളിച്ച് വരുത്തുന്നില്ലേ, ഇവരൊക്കെ വരുന്നില്ല ഉറപ്പല്ലേ എന്ന്. പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. വിളിക്കാമെന്നൊക്കെ ഞാൻ ശ്രീരാമേട്ടനോട് പറഞ്ഞെങ്കിലും ഞാൻ ആരെയും വിളിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഈ ഏറ്റെടുത്ത ആൾക്കാർ ആരും വിടാതെ വരും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഒരു ഉറപ്പ്. ആ ഉറപ്പിൻ്റെ ബലത്തിലാണ് ഇതിലേക്കൊക്കെ ചാടി പുറപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പുറപ്പെടുമ്പോൾ അതിന് ബാക്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും സ്ട്രോങ് ആയ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് കേരളത്തിൻ്റെ ഒരു സൈഡ് മുതൽ മറ്റേ എൻ്റെ വരെയും പുറത്തും ഉള്ള ഔട്ട്സൈഡ് കേരളയും ഔട്ട്സൈഡ് ഇന്ത്യയും ഒക്കെ ഉള്ള ഒരു ടീമാണ്. ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്താണ് നമുക്കുള്ളത്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ ഏറ്റവും അധികം ഇതിനകത്ത് നമ്മുടെ ഈ പൂജാപഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പൂജ പഠിച്ചിട്ടുണ്ടാവാം, പല വിധത്തിൽ പഠിച്ചിട്ടുണ്ടാവാം. പലരും പഠിച്ചതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 4-5 ആൾക്കാർ കൈമാറി വന്ന അവസാനം വേറെന്തെങ്കിലുമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു യൂണിഫൈഡ് ആയിട്ട് കേരളത്തിൻ്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പൂജാ പദ്ധതി ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 10-700 ആളെങ്കിലും പഠിച്ചു കാണും. അതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാനേജ്മെൻറ്റ് കോഴ്സിൽ പറയാറുണ്ട്, 10 ആളെ കൂട്ടിയിരുത്തിയിട്ട് ആദ്യത്തെ ആളൊരു കാര്യം പറഞ്ഞാൽ 10ാമത്തെ ആൾ എന്തായിരിക്കുക പറയുക എന്നുള്ളത്. ഈ ആദ്യത്തെ ആൾ പറഞ്ഞ സാധനമൊന്നും അല്ല 10ാമത്തെ ആൾ പറയുക. അതേപോലെ കൈമാറി പലപ്പോഴും ശോഷിച്ച് പല സാധനങ്ങളും ഇല്ലാതായി പോയിട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നു പലപ്പോഴും പല സ്ഥലങ്ങളിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു യൂണിഫൈഡ് ആയിട്ട് ഒരു പൂജ പഠിക്കുക, അതിപ്പോൾ തെക്കെന്നോ വടക്കെന്നോ മധ്യമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു പൂജാ പദ്ധതി, അതിൽ ഇത്ര ആൾക്കാർ പഠിക്കുക, അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇപ്പോൾ ശ്രീരാമനോട് ചോദിച്ചാൽ കാണാം, ചിലപ്പോൾ മിനിമം ഒരു 10-200 ആളെങ്കിലും ഇനിയും പഠിക്കാൻ റെഡിയായി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രീരാമേട്ടൻ പറയും. അത് അതിൻ്റെ വിജയമാണ്. ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ സമൂഹത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നമുക്കിങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയും, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് കാണിക്കുക. അതാണ് നമ്മുടെ ബലം. ആ ബലത്തിൻ്റെ മുകളിലാണ് നമ്മളിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ നിലനിന്ന് പോകേണ്ടത് ഈ സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിന് കഴിയുന്ന വിധം സഹായങ്ങൾ ചെയ്യുക, അവരവർ കഴിയുന്ന പോലെ. ഇപ്പോൾ ഈ പൂജയ്ക്ക് നമ്മൾ യജ്ഞത്തിൽ ചെയ്ത പോലെ അവിടെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം താൻ സ്വയം അങ്ങ് ചെയ്ത് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മളിൽ പറ്റുന്ന പലർക്കും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പല കാര്യങ്ങളും ഈ സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ കഴിയണം. എന്നാൽ മാത്രമേ നമുക്കൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാറ്റിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ജനതയാണ് പുതുതായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ പലതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എന്തെങ്കിലും കൈക്രിയകൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോവാതെ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇന്നത്തെ സമൂഹം ചെയ്യുള്ളൂ, അത് ഏറ്റെടുക്കുള്ളൂ. ഹരിയേട്ടൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അതാണ്. എന്താണ് എന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ ഇത്രയും നല്ല ഒരു ഗുരുനാഥനെ കിട്ടിയതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ നമ്മളെ കൂടെ നിന്ന്, നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നയിക്കാൻ ഇത്രയും നല്ലൊരു ഗുരുനാഥനെ നമുക്ക് കിട്ടി. അത് നമുക്ക് മാക്സിമം കുറച്ച് സ്വാർത്ഥതയാണെങ്കിൽ പോലും മുതലെടുക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പറഞ്ഞു തരേണ്ട ആളുണ്ടാവണമല്ലോ ആദ്യം. അപ്പോൾ അത് നമുക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. ഇതേപോലെ തന്നെ ഹരിയേട്ടൻ പലപ്പോഴും പറയാറുള്ളതാണ് സാധനാ ശിബിരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. കാരണം വെച്ചാൽ നമ്മൾ ഏത് മന്ത്രത്തിലാണോ നമ്മൾ ഉപാസിക്കുന്ന ആ ഉപാസന മന്ത്രങ്ങളെ നമ്മൾ കുറച്ച് സാധന ചെയ്ത് അതിലേക്ക് എത്തിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കും. ഇന്നത്തെ കാലം അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും. ഒന്നാമത് സമൂഹത്തിൽ തന്നെ എല്ലാവരും ഒരുമാതിരി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ പണ്ട് കാലത്ത് എല്ലാവർക്കും ഭയങ്കര മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനും കേൾക്കാനും ആൾക്കാരുണ്ടായിരുന്നു.
ഇന്ന് പറയാനും ആളില്ല, കേൾക്കാനും ആളില്ല. ആ കണ്ടീഷനിൽ നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം ഇതുപോലത്തെ സാധനങ്ങൾ വളരെയധികം ഉപകരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ പദ്ധതികൾ പലതും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടാവും. അപ്പോൾ അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതൊരു വലിയ ശക്തിയാണ്. നമുക്ക് നമ്മുടെ ശക്തി ശരിക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ശക്തി വളരെ വലുതാണ്. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് കഴിഞ്ഞ 5-6 മാസമായി തുടർച്ചയായി നടത്തിയ ഗവേഷണങ്ങളുടെയും പഠനത്തിന്റെയൊക്കെ ഒരു അന്തിമ രൂപമാണ് നമ്മളന്ന് അവിടെ നടത്തിയത്. എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് പറഞ്ഞ പോലെ നമ്മുടെ യൂണിഫോമിൽ 59 ബ്രാഹ്മണർ ഒന്നിച്ചെന്ന് ഫോട്ടോ എടുത്ത് കണ്ടപ്പോ എനിക്കൊന്ന് കോടി അർച്ചനയ്ക്ക് പോലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വന്നു സംശയം. ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ 59 ബ്രാഹ്മണരെ ഒന്നിച്ച് കിട്ടി. അതും അർത്ഥസഹിതം എല്ലാവരും പഠിച്ചു. ഒരുപക്ഷെ അന്ന് വേദിയിൽ നിന്ന് ഒരു അധ്യാപകൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു ഗണപതിയെ അറിയും. നമ്മളിൽ പലർക്കും ഇതേപോലെ ഒരു ഗണപതിയെ മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല സ്ഥലത്തും നമ്മളിങ്ങനെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ അതിന്റെ ഉള്ളെന്താണെന്നോ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല മുഹൂർത്തം. ഇതുപോലെ ഇനി വന്നോളണമെന്നില്ല, മുമ്പ് സംഭവിച്ചിട്ടില്ല, നാളെ ഇത് സംഭവിച്ചോളണമെന്നില്ല, ഇങ്ങനെ ഒറ്റയൊന്നായിട്ട് സംഭവിച്ചോളണമെന്നില്ല. അതിന് നമുക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് കിട്ടിയത്. എല്ലാവരും തങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്തു. അവിടെ ശ്രീരാമേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പുറകിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ പൂജയിലായിരുന്നു നമ്മളെ ശ്രദ്ധ മുഴുവൻ. മുമ്പിൽ നിൽക്കുന്നവരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പുറകോട്ടോ അല്ലെങ്കിൽ സൈഡോട്ടോ നമ്മൾ കണ്ടില്ല. ഇപ്പൊ പല വീഡിയോസും പലതും അതിനെ ഫോട്ടോസും കാണുമ്പോഴാണ് മനസ്സിലാവുന്ന അത്രയും ആളുണ്ടായിരുന്നു, പുറത്ത് കുറെ ആളുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്ന. അപ്പോ ഇത്തരം എനിക്ക് തോന്നുന്ന ഒരു 3.5 കൊല്ലത്തെ പ്രയത്നത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇപ്പൊ കിട്ടിയത്. 3.5 കൊല്ലത്തിന്റെ പ്രയത്നത്തിന്റെ ഒരു റിസൾട്ട്. 3.5 വർഷമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട് എനിക്ക് പൂജാ പഠനം. അപ്പൊ ഇത് മിസ്സായ ആൾക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അപ്പൊ ഇനിയും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ കഴിയണം. നമ്മളുടെ ഈ കൂട്ടായ്മ ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മളുടെ ഇപ്പോഴുള്ള ആ സ്ട്രെങ്ത് നിലനിർത്തി കൊണ്ടുപോവുക, അത് ഊട്ടി ഉറപ്പിക്കുക, അതിന്റെ ബലം കൂട്ടുക, അതിൽ നിന്ന് ഒടിയുന്ന ഈർക്കലുകളൊക്കെ ഒടിക്കാതെ നേരെ കൊണ്ടുപോവുക, അതിന്റെ ബലം നമ്മൾ ഊട്ടി ഉറപ്പിച്ച് നമുക്കിതൊരു നമ്മൾ ഉദ്ദേശിച്ച TVSRC എന്ന ഒരു വൈദിക പഠന കേന്ദ്രം നമുക്ക് ഒരുപാട് പഠിക്കാൻ ഇനിയുണ്ട്. നമ്മളിപ്പോ ഒരു അരിക്കൂടെ ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ, ഒരു പുഴയുടെ സൈഡിൽ കൂടെ നടക്കുന്ന പോലെ നടന്നിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു കാൽഭാഗം എത്തണമെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളൊന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ നമ്മളെ കൂട്ടായ്മ ഒന്ന് വർദ്ധിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ 26 ആളെ ഇന്നത്തെ നമ്മളെ മീറ്റിങ്ങിൽ കയറിയുള്ളൂ. അന്നുണ്ടായ അല്ലെങ്കിൽ ഇതിനോട് നമ്മളെ പഠനത്തിന് നിൽക്കുന്ന പല ആൾക്കാരും ഇന്ന് ഈ മീറ്റിങ്ങിൽ കയറിയില്ല. അവർക്കറിയില്ല പലർക്കും ഇത് എന്തൊക്കെയാ കഴിഞ്ഞു പോയത്, അവിടെ നടന്ന ചെറിയ ഗണോദ്യോഗമാണോ എന്താണെന്നതിൽ അറിയാത്ത പല ആൾക്കാരുണ്ട്. ഞാൻ ഇന്ന് 2-3 ആൾക്ക് പ്രസാദം എത്തിച്ചു കൊടുത്തപ്പം അവരെവിടുന്നൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഗംഭീര പരിപാടിയായിരുന്നു എന്നൊരു അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് ആ പ്രസാദം കൊടുത്തു കഴിഞ്ഞപ്പോ. ഇതറിയാത്ത നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഇതറിയാത്ത പല ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു പരിപാടി നടന്നത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അതില് അത്ഭുതപ്പെട്ട ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ അത്രയും അതിനൊരു കെൽപ്പായി എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നല്ലോ. അത് തന്നെ വലിയ കാര്യം. പല സ്ഥലത്തും നമ്മൾ പൂജ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു വേദിയിൽ എത്തിപ്പെടുന്ന അവരാരും ധരിച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും. ആ രീതിയിലേക്ക് ഉയരാൻ നമ്മളെ സഹായിച്ചത് നമ്മളെ ഗുരുനാഥന്മാർ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. നമുക്ക് അതിനുള്ള ഒരു ആത്മധൈര്യം, ഇനി ഇത് ആരെ മുമ്പിൽ പോയും കഴിക്കാം, ഏത് സഭയിൽ നമുക്കിത് കഴിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് തന്നതും ഈ ഒരു പഠനം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഇത് മറന്നുകൊണ്ടുള്ള കളിയോ, ഇതിനെ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ ഇതിന് പുറകോട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പോകരുത്. ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മുടെ ഇനി മുന്നോട്ടുള്ള പാതയിൽ നമുക്ക് ഇത്രയും നേരം
ഇത്രയും 3.5 വർഷം നമ്മളോട് സഹകരിച്ച ഇവരുടെ ആ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തുകയാണ് വേണ്ടത്. അതെങ്ങനെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുപോകാം, അതെങ്ങനെ ഇനിയും ഇതിനേക്കാൾ വർദ്ധിപ്പിക്കാം. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സാധനാ ശിബിരം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്ന ഒരു ഊർജം തരലാണ്. അധ്യാപകർ ആ ഒരു മാഷ് പറഞ്ഞില്ലേ, നമുക്കൊരു ഊർജ പ്രവാഹം കിട്ടിയതുപോലെ ഉണ്ട്. അപ്പൊ അതൊന്ന് കൂട്ടിയെടുക്കണം. നമ്മളുടെ സ്വയം ഉള്ള പവർ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന പണിയും കൂടി ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പോ ഇനി ഡിസംബറിലോ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഡിസംബറിലോ നവംബറിലോ ഒക്കെ നമുക്കൊരു സാധന ശിബിരം നടത്തണം. അത് വളരെ ഭംഗിയായി നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു മേഖലയും കൂടിയായി കാണണം. ഈ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് പലരും വന്നത്. എന്നാലും നമുക്കത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായി എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മള് വൈകുന്നേരം അവിടെ വരും, രാത്രി ഒരു 8:30 9 മണിയാകുമ്പോൾ നമ്മള് കുണ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് അലങ്കരിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ നമുക്കത് വേണം എന്നുള്ള തോന്നലും, അത് അലങ്കാരം കൂടി കഴിഞ്ഞപ്പോൾ അത് ഗംഭീരമായി. പിറ്റേന്ന് ദിവസം കാണാൻ വരുന്ന ആളുകൾക്ക് ഇവരെന്തൊക്കെയോ ഗംഭീരാക്കി എന്നുള്ളൊരു തോന്നൽ അതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് വരാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുനാഥന്റെ ആ പ്രാർത്ഥനയാണ് ഇത് വിജയത്തിലേക്ക് എത്തിച്ചേർന്ന് തോന്നുന്നത്. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരെ എത്ര കണ്ട് പെർഫോമൻസ് കാഴ്ചവെക്കണം എന്ന് അദ്ദേഹവും ശ്രീരാമേട്ടനൊക്കെ എത്ര കണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചോ, അത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് വിചാരിക്കുന്ന രീതിയിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവര് കുറെ കൂടി ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അത് എത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമയം കിട്ടിയില്ല എന്നുള്ള എനിക്ക് തോന്നുന്നത് ഞാനത് ചെയ്തു വന്നപ്പോ എനിക്ക് കുറച്ച് സമയം കുറഞ്ഞു എന്ന് തോന്നിപ്പോയി. ചെയ്ത് വന്നപ്പോ ആ പ്രസന്ന പൂജന്റെ മണീന്റെ അടുത്തേക്ക് എത്തുമ്പോ സമയം തികയാതെ വന്നോ സംശയം. അത് നമ്മളുടെ ഒരു ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് വളരെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ നല്ല ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി 100% വിജയത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും എല്ലാവർക്കും നന്ദി. നമുക്ക് ഇതിലും വലിയ ഒരു പരിപാടി നടത്താനുള്ള ഒരു ആരോഗ്യവും ഒരു മനസ്സും ഒറ്റ മനസ്സും എല്ലാവരും ഒത്തു പ്രയത്നിച്ചാൽ നമുക്ക് എല്ലാവരെയും ഞെട്ടിക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം. പ്രസാദേട്ടൻ ഇപ്പൊ തന്നെ ഒരു പൂജയിലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നന്ദി. ഇതിലും ഗംഭീരമായി നടത്താൻ നമുക്ക് കഴിയണം ഇനി വരുന്ന എല്ലാ പരിപാടികളും. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ എണ്ണം നല്ലോണം ഉണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ നമുക്ക് അടുത്ത പരിപാടിയും ഇതിലേറെ ഭംഗിയാക്കാൻ സാധിക്കും. ഇത് തന്നെ 100%. ഒരിക്കലും തിളച്ചു മറിയില്ല. നമ്മള് അറിവാണല്ലോ പ്രധാനം. അറിവ് തിളച്ചു മറിയില്ല, അതിങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ അത് തിളച്ചു മറിഞ്ഞു പോകില്ല, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അതിലേക്ക് വരാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏഴാം ബാച്ചിൽ നിന്ന് മുരളിയാണ്. ഏഴാം ബാച്ചിന്റെ അരങ്ങേറ്റം കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ് അതിലൊരു സന്തോഷമായിട്ടുള്ള കാര്യം. പക്ഷെ അത് ഇങ്ങനെയുള്ള ഒരു വലിയ സംഭവത്തിൽ നമുക്കൊരു അരങ്ങേറ്റം തന്നെ ആദ്യം ശ്രീരാമേട്ടനും ഹരിഗോവിന്ദേട്ടനും നന്ദി പറയണം. ഇത് തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സംഗതി എങ്ങനെ നടത്തും, അതിന്റെ സിങ്ക്രണൈസേഷൻ അത് എങ്ങനെയായിരിക്കും. ഞാൻ ഒരുപാട് സംശയങ്ങൾ ഞാൻ ഹരിയേട്ടനോട് എഴുതി ചോദിച്ചിരുന്നു, ശ്രീരാമേട്ടനോട് ചോദിച്ചിരുന്നു എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതില് നമുക്ക് 2 പൂജകൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയിട്ടും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹരിയേട്ടന്റെ മുഖത്ത് ഒരു ലാഞ്ചന പോലെ ഒരു അക്ഷോഭ്യനായിട്ടായിരുന്നു അദ്ദേഹം. അത് അത്ഭുതമാണത്. ഇത്രയും വലിയൊരു സംഗതി നടത്തുന്നതിന് ഒരു തിരക്കൂല. അത് വളരെ സമാധാനമായിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മുടെ വൈവയുടെ ഇടയിൽ നിന്ന് നമ്മളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന്. അത് അത്ഭുതമാണത്. അതങ്ങനെ എളുപ്പം സാധിക്കുന്നതല്ല. അത് ഒരുപാട് സാധന കൊണ്ടുണ്ടാവുന്നതാണ് ഹരിയേട്ടനത്. അത് യാതൊരു സംശയമില്ല. അപ്പൊ അത് ഇങ്ങനെ ഒരു സംഭവത്തിലാണ് നമുക്കൊരു അരങ്ങേറ്റമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണത്. അത് യാതൊരു സംശയമില്ല. പിന്നെ ഈ അവിടെ കൂടിയിരുന്ന ജനങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആൾക്കാർ കൂടിയിരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നമ്മൾ നമ്മുടെ ക്രിയകളിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ കാണുമ്പോഴാണ് സത്യമായിട്ട് ജയപ്രകാശ് പറഞ്ഞ പോലെ ഫോട്ടോ കാണുമ്പോഴാണ് ഇത്രയധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹരിയേട്ടൻ അതിനിടയ്ക്ക് ഇത് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിയേട്ടൻ അതിന്റെ വിവരണങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ്.
അത് നമുക്കൊരു ഇന്റർവെല്ലിൽ തന്നായി. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവെല്ലിന്റെ ആവശ്യമില്ലായിരുന്നു, ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നില്ല. എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് നടന്നത്. എളുപ്പമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഇത് മാത്രമല്ല, പല ഭാഗങ്ങളിലും കോർഡിനേഷന് വേണ്ടിയിട്ട് ആരും അങ്ങനെ യത്നിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും ആ സമയത്തിന് കൊടുക്കുകയാണെങ്കിലും പരീക്ഷ നടക്കണം. ഞങ്ങൾക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ എക്സാമിനേഷനും കൂടി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് കാരണം അതിന്റെ ഒരു ചെറിയൊരു വറി പിന്നിലിങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ അതെങ്ങനെയാവും ഇത് നമ്മുടെ പൂജ പ്രാക്ടീസ്, ഇനി അത് നിരീക്ഷിക്കാനുള്ള ആൾക്കാരുണ്ടാവുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ അത് കാരണമുള്ള ഒരു ചെറിയൊരു ടെൻഷൻ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം വളരെ, സംവിധാനങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. താമസിക്കാനുള്ളതാണെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം ആയതുകൊണ്ട് നമ്മളിവിടെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അന്ന് കഴിഞ്ഞ് പോരാൻ നിന്നില്ല. നമ്മൾ വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ പോരാൻ തീരുമാനിച്ചിട്ടു. അതൊരു ഭാഗ്യമായി, കാരണം മൃത്യുഞ്ജയ ഹോമം കൂടി നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അവിടെ. അത് വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത്തരം പരിപാടികൾ ഇനി ഓർഗനൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സഹകരണം ഉണ്ടാവും, ഒരു സംശയമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ, അറിയാത്ത ആർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഈ നേരത്തെ JP പറഞ്ഞ പോലെ ഒരു പരിപാടിയുടെ ഇടയ്ക്കാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകണം ഇത് ഏറ്റെടുത്ത ഒരു ഇതാണ്, വയലിറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തുടക്കത്തിൽ കയറാൻ പറ്റിയില്ല. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഞാൻ കയറിയത്. എൻ്റെ ഒരുക്കം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്, അതപ്പോൾ പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പരിപാടി വിചാരിച്ചതിലും അധികം ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ധന്വന്തരി ഹോമം കഴിഞ്ഞു, പിന്നെ ശ്രീ സൂക്ത ഹോമം കഴിഞ്ഞു. അപ്പോൾ ഓരോന്നിലേക്ക് കടക്കുമ്പോഴും നമ്മൾ കൂടുതൽ പൂർവാധികം ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഊരാൻ മാറ്റി നമ്മളെ അതിന് പ്രാപ്തരാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് സാധിക്കുന്നു. അതുപോലെ അതിന് വേണ്ട എല്ലാ പിന്തുണയും സപ്പോർട്ടും നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാമേട്ടനും സാധിക്കുന്നു. അതുതന്നെയാണ് ആ ഒരു വിജയത്തിൻ്റെ കൂട്ടായ്മ. അവരുടെ നമ്മളിലുള്ള അവരുടെ വിശ്വാസവും നമുക്ക് അതിനനുസരിച്ച് നമുക്കൊക്കെ ഉയരാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ കൂടി ആ സംശയത്തിന് അവിടെ സ്ഥാനമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് എല്ലാം വൃത്തിയായിട്ട് പൂർത്തീകരിക്കാൻ അവരുടെ ഉദ്ദേശിച്ച രീതിയിൽ ഒരുവിധം 80% അതിനോട് നീതി പുലർത്തക്കത്തക്ക വിധത്തിൽ നമ്മളെ ഉയർത്താൻ അവർക്ക് സാധിക്കുന്നു, നമുക്ക് പെർഫോം ചെയ്യാനും സാധിക്കുന്നു. അത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം പണ്ടത്തെ കാലത്തെ ഗുരുകുല സമുദായം നമ്മൾ ഓരോ ഗുരുക്കന്മാർക്കും സ്വന്തം ശിഷ്യന്മാരെ അറിയാം. കാരണം അവര് പഠനം കഴിയുന്നവരെയും ഒന്നിച്ച് താമസിച്ചും കൊണ്ടുള്ള രീതിയാണ്. ഇതിപ്പോ നമ്മൾ ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോരുത്തരും ലോകത്തിലെ പല മൂലക്കിലിരുന്നിട്ട് 1 മണിക്കൂർ ആഴ്ചയിൽ പലർക്കും ദിവസം 1 മണിക്കൂർ, പലർക്കും എന്തായാലും ഇപ്പൊ നമ്മളെ പല പരിപാടികളായിട്ട് ആഴ്ചയിൽ എങ്ങനെയാലും 1 മണിക്കൂർ, അരമണിക്കൂർ, 1 മണിക്കൂർ പൊതുവെ നല്ലൊരു ശതമാനം ആൾക്കാരും തമ്മിൽ കാണുന്നുണ്ട്. അപ്പൊ ഗുരുവായിട്ടുള്ള ബന്ധം അങ്ങനെ പറയുള്ളൂ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ നിന്നുകൂടി നമ്മളെ ഇപ്പൊ 8 ബാച്ചായി. 8 ബാച്ചിലത്തെ ഓരോ വ്യക്തികളുടെയും പ്ലസ് പോയിന്റ് എന്താണ്, മൈനസ് പോയിന്റ് എന്താണ്, ഇവരൊക്കെ ഏത് രീതിയിൽ ഒറ്റ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം. ഓരോ പഠനം കഴിയുമ്പോഴേക്കും എല്ലാവരും ഈ പ്ലസ് മൈനസും ഒക്കെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഒറ്റ വരയാക്കി തീർക്കാം എന്നുള്ളൊരു അതിനുള്ള അറിവ് നമ്മളെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഗുരുനാഥനെ സാധിച്ചു. അതിന്റെ ഒരു ഒറ്റ തെളിവ് തന്നെയാണ് ഈ വിജയം. അത് പ്രത്യേകിച്ച് അതെന്താ ഇങ്ങനത്തെ പ്രസംഗിക്കണേക്കാൾ ഒന്നുമില്ല. കാരണം ചിലപ്പോൾ ഈ പറയാൻ ശ്രീരാമേട്ടൻ എന്നെ എൻ്റെ ഹോമത്തിന്റെ പൂജയുടെയും കോർഡിനേറ്റർ എന്നൊക്കെ ഉള്ള ഒരു പേരൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സത്യത്തിൽ ഞാൻ നമ്മുടെ പൂജാപഠനം ബാച്ച് 4 മാനേജറായിട്ട് അതിന് മുമ്പ് നമ്മളെ പ്രാക്ടീസിന്റെ സെഷനിൽ ഞാൻ പറയേണ്ടായിരുന്നു. നമ്മള് പ്രാക്ടീസിന് പോയ ആൾക്കാർ കുറവാണ്. എന്തൊക്കെയാ നമ്മൾ അവിടെ ചെന്നാൽ വലിയൊരു സദസ്സിന് മുമ്പിലാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പൊ എല്ലാവരും തമ്മിൽ പലർക്കും പല സ്പീഡിന്റെ വ്യത്യാസം, കൈക്രിയയുടെ വ്യത്യാസം, എല്ലാം മനസ്സിൽ മന്ത്രങ്ങൾ വരുന്ന അതിന്റെ വ്യത്യാസം, പലർക്കും ചിലപ്പോൾ പുറത്തുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കോളന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതെങ്ങനെ കോർഡിനേഷൻ ഒരു പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് അറിയാതെ എത്തിപ്പെട്ടു പോകുമ്പോ എന്നൊരു ബേജാറുണ്ടായിരുന്നു സത്യത്തില്. അത് ഞാൻ മനോജേട്ടനായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ മനോജേട്ടൻ പറഞ്ഞു അത് നമുക്ക് അവിടെ നിന്ന് നോക്കാം, എന്താണെങ്കിലും
ഹരിയേട്ടനും ശ്രീരാമേട്ടനും മനസ്സിൽ കാണാതെ ഉണ്ടാവില്ല എന്ന് വെച്ചു. ഞാനും കുറച്ച് പരിഭ്രമക്കാരനായതുകൊണ്ട് അതിക്ക് നേരിട്ട് സംസാരിക്കാനും പറ്റിയിട്ടില്ല. അതെന്തായാലും അവിടുന്ന് നോക്കാം. ഈ പറഞ്ഞ വിശ്വാസം നല്ലതുണ്ടായിരുന്നു. എന്തായാലും ഇവർക്ക് രണ്ടാൾക്കും ശ്രീരാമേട്ടനും ഹരിയേട്ടനും പൊതുവെ എല്ലാവരെ കുറിച്ച് ധാരണ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മോശമല്ലാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ പരിപാടികൾ നമ്മളൊക്കെ തലേ ദിവസം ഒരുക്കങ്ങളൊക്കെ വച്ചു. അപ്പോഴും നമ്മൾ ആദ്യം തുടക്കത്തിൽ വിചാരിച്ച സ്പീഡൊന്നും മൊത്തത്തിൽ ഉണ്ടായില്ല എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും ഇങ്ങനെ അവിടുത്തെ കമ്മിറ്റി എല്ലാവരും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിധത്തിൽ തുടങ്ങി ഒരു 10 മണി 11 മണിക്കായപ്പോൾ പിന്നെ കാര്യങ്ങളും കൂടി സ്പീഡായി കാര്യങ്ങളൊക്കെ വെളിച്ചായപ്പോഴേക്കും ഒക്കെ വൃത്തിയായി പൂർത്തിയായി. വെളിച്ചായപ്പോഴും അപ്പൊ അന്ന് ഒരു മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂണിഫോമിറ്റി ആക്കാൻ വേണ്ടിയിട്ട്. അതിനും സാധിച്ചില്ല. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, വെളിച്ചാകുമ്പോൾ ഈ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും മര്യാദയ്ക്ക് ഈ പറഞ്ഞ പോലെ ആ കൃത്യസമയത്തുള്ളിൽ തന്നെ പരിപാടികൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഹരിയേട്ടന്റെ ഭാഗത്ത് അതിലൊരു രാവിലെ കണ്ട സമയം മുതൽ യാതൊരു വിധ ഭാവമാറ്റം ഇതൊക്കെ കംപ്ലീറ്റ് എല്ലായിട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വേണ്ടവർ ചെയ്തോളും എന്നുള്ളൊരു ആത്മവിശ്വാസം ഹരിയേട്ടന്റെ മുഖത്തും അതുപോലെ തന്നെ ശ്രീരാമേട്ടന്റെ മുഖത്തും വായിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളായ ഒരു ആത്മവിശ്വാസം. എനിക്ക് സത്യത്തിൽ രാത്രി നമ്മളെ ഒരുക്കം പരിപാടിക്കായിട്ട് ഉറങ്ങാൻ അധികം സമയമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ആ സമയത്ത് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ബേജാറ് തന്നെയായിരുന്നു. സത്യത്തിൽ നമ്മളെ വീക്ഷിക്കുന്ന, നമ്മളെ അങ്ങോട്ട് ഇന്ന് ചെയ്യുമ്പോൾ നമ്മളെ വീക്ഷിക്കുന്ന ജനങ്ങൾക്ക് ആരെങ്കിലും ഒന്നോ രണ്ടോ വേളയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളോടുള്ളൊരു മൊത്തം പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തന്നെ മാറിപ്പോകില്ലേ എന്നുള്ളൊരു പേടി സത്യത്തിലുണ്ടായിരുന്നു. അത് വെളിച്ചാകുമ്പോൾ ഇത് കണ്ടത് രണ്ടാളുടെ മുഖഭാവം കണ്ടത് പോയിട്ട് ആ ഒരു ബേജാറ് മാറി. പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഭംഗിയായിട്ട് കാര്യങ്ങൾ എല്ലാം നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പൊ അതാ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി. നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ ആണെങ്കിലും എല്ലാ വ്യക്തി ഇത്രയും പഠിച്ച എല്ലാ വ്യക്തികളെയും കുറിച്ച് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ വിജയം. അപ്പൊ എന്തായാലും ഭംഗിയായിട്ട് നടന്നു. അപ്പൊ അതിൽ നമുക്ക് പലർക്കും നമ്മുടെ പല സുഹൃത്തുക്കൾക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് പലരും മുമ്പേ പങ്കെടുത്തു. പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലർക്കും പങ്കെടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും. സാരമില്ല, ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. നമുക്ക് നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വരുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് മുമ്പ് കൂട്ടി ഡേറ്റ് കിട്ടുന്നതുകൊണ്ട് ചെറിയ എന്തെങ്കിലും അസൗകര്യങ്ങളാണെങ്കിൽ അതൊക്കെ മാറ്റിവെക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പങ്കെടുക്കുക, അത് വിജയിപ്പിക്കുക. അതാണ് അപ്പോഴാണ് നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നതും ഓഫ്ലൈനിൽ കണ്ടിട്ട ബന്ധങ്ങൾ നിലനിർത്തുന്നത് നമ്മൾ വളരെയധികം വ്യത്യാസമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് അന്ന് ഞാൻ പോരുമ്പോൾ അന്ന് മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ പോരുമ്പോൾ ശ്രീരാമേട്ടൻ്റെ മെസ്സേജ് ഞാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് കണ്ടത്. അഭിപ്രായം എല്ലാവരും ഒന്ന് അറിയിക്കണമെന്ന് വേണ്ടേ. എൻ്റെ രീതിയിൽ ഞാൻ സ്വന്തം എൻ്റെ അഭിപ്രായം എന്തായാലും ആദ്യം ഞാൻ ശ്രീരാമേട്ടനും ഹരിയേട്ടനും അയച്ചു കൊടുക്കും. കാരണം വെച്ചാൽ അത് വായിച്ചിട്ട് അത് വേണ്ട അഭിപ്രായമാണെങ്കിൽ അതിൽ ഇട്ടോട്ടെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടോട്ടെ. അതില്ലാച്ചാൽ സാരില്ല, അങ്ങനെയായാലും വിരോധമില്ല. എന്തായാലും അവർക്ക് രണ്ടാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അത് എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയെന്നുള്ള ഇതാണ്. അപ്പൊ അതിൽ ഞാൻ ഈ തന്നെയാണ് പറഞ്ഞത്. വെച്ചാൽ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് പലർക്കും പങ്കെടുക്കാൻ സാധിക്കാവുന്ന പലരും പങ്കെടുക്കാതെ വന്നിട്ടുണ്ട്. അവരും ഈ പറഞ്ഞ ചെറിയ അസൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കുക, വിജയിപ്പിക്കുന്നത് നമ്മുടെ ഒരു ധർമ്മമാണ് സത്യത്തില്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ 27-ാം തീയതി മറ്റേ പാമ്പിന് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസമാണ്. ഇക്കും ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പൂജാപാഠം തുടങ്ങിയ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് നല്ല തിരക്കുകളുണ്ടായിരുന്നു. ഒക്കെ ഞാൻ പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാറ്റിയുള്ളതാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് അതിൽ വന്നുള്ള പല ആൾക്കാരും, നല്ലൊരു ശതമാനം ആൾക്കാർക്കും. അപ്പോൾ പറ്റുന്നൊരു മാക്സിമം എല്ലാവരും പങ്കെടുക്കുക. എന്തായാലും അതൊരു വിജയമായി. പ്രത്യേകിച്ച് 7ാം മാച്ചും 8ാം മാച്ചും അവിടെ അതിൽ ഉള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ചെയ്തു. അവരാർക്കും ഈ പറഞ്ഞ പോലെ ഒരു പുതിയതായിട്ട് ആദ്യമായിട്ട് പരീക്ഷ ചെയ്തതാണെങ്കിലും വല്ലാതെ അതിൻ്റെ പരിഭ്രമങ്ങളൊന്നും ആരും പ്രകടിപ്പിച്ചിരുന്നില്ല. അവരും വളരെ എന്താ പറയുക
മാന്യമായി എന്ന് പറഞ്ഞാൽ ആരും മോശക്കാരാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. വളരെ മാന്യമായിട്ട് തന്നെ അവിടെ ഈ പരിഭ്രമങ്ങളൊന്നും മനസ്സിൽ ഇല്ലാതെ അവിടെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ എന്തായാലും ഈ തന്തി സമാജത്തില് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ TVSRC എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇത്രയും കാലം കൈപിടുത്തി അതില് നല്ലൊരു റോള് തന്ന് കൊണ്ടുപോവാൻ നമ്മളെ സഹായിച്ചിരുന്ന ശ്രീരാമേട്ടൻ ഇപ്പൊ തന്തി സമാജത്തിലെ നിയമപരമായി എന്ന് പറയാൻ പറ്റില്ല, ഔദ്യോഗികമായി ആ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറിയിരിക്കുകയാണ്. എങ്കിലും അപ്പോൾ നമുക്ക് ഇത്രയും കാലം ഉള്ള എല്ലാ സപ്പോർട്ടിനും അതിന് പ്രത്യേക അധികം നന്ദി. നമ്മളെ ഇത്തരം ഒരു വേദിയിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു എല്ലാവരും പോയി അറിയപ്പെടുന്ന സംഭവങ്ങളിലേക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പ്രാപ്തരാക്കിയതിലും ഉള്ള അകമഴിഞ്ഞ നന്ദി ശ്രീരാമേട്ടനോട് പ്രത്യേകമായി അറിയിക്കുന്നു. കാരണം വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഉത്തരമേഖലാ സെക്രട്ടറി സ്ഥാനം നിന്ന് മാറിയിട്ടുള്ളൊരു ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇനി ഇപ്പൊ പുതിയ സെക്രട്ടറി ആയിട്ട് തന്നെയുള്ള രഞ്ജിത്ത് നരസിംഹേട്ടൻ, അദ്ദേഹം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരം ഇതിൽ നമ്മളെ പരിപാടിക്ക് പോകുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ നല്ലോണം അറിയാം. അപ്പൊ തുടർന്നും അവരുടേതായുള്ള എല്ലാ സംഭാവന സപ്പോർട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കട്ടെ. ശ്രീരാമേട്ടനും ഹരിയേട്ടനും എത്ര തന്നെ നമ്മൾ നന്ദി പറഞ്ഞാലും തീരില്ല. ഇതേ നമുക്ക് ചെയ്യാവുന്ന ഒരു കർമ്മം ഇത് മാത്രമേ ഉള്ളൂ. അവൻ എന്ത് പറയുന്നോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നിടത്തോളം നമ്മൾ കഴിയുന്നവരും വ്യക്തിപരമായി ഇത്തരം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക, അത് ആത്മാർത്ഥമായി പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. എന്തായാലും വിജയിക്കും എന്നുള്ളത് ശ്രീരാമേട്ടൻ വേണ പോലെ ഉറപ്പാണ്. പക്ഷെ എല്ലാവരും കൂടി പങ്കെടുത്ത് ഒന്നും കൂടി വിജയം ഉന്നതമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയണു. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഞാൻ ഈ തിരക്കിലാണെങ്കിലും വോയിസ് ഞാൻ ഇതിൽ കേൾക്കാം. ഞാൻ പരിപാടി ഒരുക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലാണെങ്കിലും കൂട്ടത്തിൽ പങ്കെടുത്തു കൊള്ളാം. ഓക്കെ, നന്ദി എല്ലാവർക്കും. പ്രസാദേട്ടൻ പറഞ്ഞതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതായത് പങ്കെടുത്തവരോടും പങ്കെടുക്കാത്തവരോടും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ നമുക്ക് പണം നമുക്ക് ഇനിയും എപ്പോഴും വിചാരിച്ചുണ്ടാക്കാൻ പറ്റും. ആയില്യം അടുത്ത വർഷവും വരും. എനിക്ക് എൻ്റെ വിശ്വാസത്തില് ഇതുപോലെ ഒരു ബാലഗണപതി ഹോമം കഴിക്കാൻ, ഇത്രയും സജ്ജനങ്ങളുടെ മധ്യത്തിലിരുന്ന് ഇത്രയും ആൾക്കാരുടെ ഇടയിലിരുന്ന് ബാലഗണപതി ഹോമം കഴിക്കാൻ എനിക്കിനി ജീവിതത്തിൽ അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിച്ച അവസരം ഇനി ഒരിക്കൽ ലഭിക്കും തോന്നില്ല. അപ്പൊ അത് നഷ്ടപ്പെടുത്തിയവർക്ക് നഷ്ടം തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയട്ടെ. നമസ്കാരം, ഞാൻ മനോജ് കുമാർ, പൂജാപഠനം 4ാം ബാച്ചിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ ബാച്ചിന്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 1ഉം 2ഉം ബാച്ചിന് മാത്രമേ അങ്ങനെ എക്സാം ടൈമിൽ ഒരു പ്രാക്ടിക്കലായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പം ഹരിയേട്ടൻ പറഞ്ഞ അനുസരിച്ച് തന്നെയാണെങ്കിൽ നമ്മളെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കുന്ന ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഹോമമായിരുന്നു ഇപ്പോൾ നടന്നത്. ഇവരെ കൂടെ ചേർന്നായിരുന്നു പൂജ, അല്ലെങ്കിൽ നമ്മൾ ധന്വന്തരി ഹോമത്തിനും അല്ലെങ്കിൽ ശ്രീ സുക്തോക്തം എന്നുള്ളത്. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ പങ്കെടുത്തിട്ടുള്ള ആ ഒരു ശക്തി, അതായത് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ, അത് പങ്കെടുക്കാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പങ്കെടുത്തവർക്ക് തന്നെ അതൊരു പ്രത്യേക ശക്തിയാണെന്നും നമ്മൾ ഇത്രയും കൂട്ടായ്മ, അതായത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു തലമുറ അത് ഉദ്ദേശിച്ചിട്ടുള്ള ശ്രീരാമേട്ടനും ഹരിയേട്ടനും നേരത്തെ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗുരുദക്ഷിണ. അതായത് ഇങ്ങനെയുള്ള ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും അതിനോട് 100% ആത്മാർത്ഥത പുലർത്തുകയും അതിൽ പറ്റാവുന്ന നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചും, പൂജ മാത്രമല്ല നമുക്ക് അതിന് എന്തെല്ലാം കാര്യങ്ങൾ പ്രോത്സാഹനം തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലെല്ലാം പങ്കെടുക്കുകയും അതിന്റെ ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിൽ കൂടുതൽ അതിൽ വരുന്ന നേട്ടങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും മുമ്പോട്ട് പോകണം. ഇനിയും നമ്മൾ സാധനാ ശിബിരങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പങ്കെടുക്കണം. ഇത് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഗുരുനാഥന്മാര് വളരെ നിശ്ചയിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.
അത് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് ഉൾക്കൊണ്ട് ഇനിയും വരണമെന്നാണ്. ബാക്കിയെല്ലാം നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യണേല് അല്ലെങ്കിൽ ആവർത്തിക്കുന്നതില് വലിയ പ്രയോജനമില്ല. അപ്പോൾ ഇനിയുള്ള ഈ നമ്മുടെ കൂട്ടായ്മകൾ ഒട്ടും വിടാതെ എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇതിലേക്ക് വരണമെന്ന് പങ്കെടുത്തവർക്ക് എങ്ങനെയായാലും അറിയാം. അല്ലാത്തവരെ കൂടെ ഒന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗുരുനാഥന്മാർക്ക് വീണ്ടും ഒരിക്കൽ നമസ്കാരം. രണ്ട് വാക്ക് ഞാനും പറയാം. ഞാൻ ഉണ്ണികൃഷ്ണൻ, നാട്ടിലെ പെണ്ണൂരാണ്, ബാച്ച് 7. എങ്ങനെ തുടങ്ങേണ്ടത് നിശ്ചയില്ല. പക്ഷെ എന്നാലും ഹരിയേട്ടനും ശ്രീരാമേട്ടനും ഒരു കോടി നമസ്കാരം. ഇതിന് കുറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പൂജ കഴിക്കുന്നതും, അതും ഇത്രയും വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ അത് ചെയ്യാന്നുള്ള ഒരു അവസരം തന്നതിനും ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടിയതിനും ഒന്നും പറയാതിരിക്കാൻ വയ്യ. ആ വേദി, ആ ഓറ, ആ പീപ്പിൾ, ആ ക്രൗഡ്, ആ സപ്പോർട്ട്, ആ മോട്ടിവേഷൻ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു അത് മനോജേട്ടൻ പറഞ്ഞ മാതിരി, ശ്രീരാമേട്ടനും പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാവുമെന്ന് നിശ്ചയില്ല. ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രഷറും ഉണ്ടായിരുന്നു. മുരളിയേട്ടൻ പറഞ്ഞ മാതിരി പരീക്ഷേന്റെ പ്രഷർ ഉണ്ടായിരുന്നു. വൈവേൽ എന്ത് ചോദിക്കും, എങ്ങനെ ഉത്തരം പറയണം, റിട്ടേൺ ടെസ്റ്റിൽ എങ്ങനെ. ഞാൻ മലയാളം എഴുതാൻ അറിയാത്ത ഒരാളാ, വായിക്കാൻ പഠിച്ചു ഈ പൂജാ പദ്ധതിയിൽ ചേർന്നതിന് ശേഷം. മന്ത്രങ്ങൾ വായിക്കാണ്ടിരിക്കാൻ വയ്യ, അപ്പൊ മലയാളം വായിക്കാൻ പഠിച്ചു. പിന്നെ അതുപോലെ എഴുതുന്നത് ഞാൻ സംസ്കൃതത്തിലാണ് എഴുതിയത്. പക്ഷെ എന്നാലും എന്ത് ചോദിക്കും, എങ്ങനെ ചോദിക്കും, എങ്ങനെ എഴുതണം. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ആ കുളി, അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് വളരെ ആ തോട്ടിലുള്ള ഒരു കുളി, ആ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അവിടെ പോയിട്ട് ഒന്ന് മുങ്ങിയപ്പോ ആ ഒരു സുഖം, അത് അതിഗംഭീരം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ മനോജേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഒരു രക്ഷയില്ല. എന്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ ആയില്യാണ്. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഷൈജു, ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് റോലായിരുന്നു. അതും ആയില്യം നാള് ആ ഭാഗത്ത്. അന്നത്തെ ദിവസം ആയില്യം നാളായിരുന്നു തോന്നുന്നു. അന്ന് ഭയങ്കര തിരക്കും. എന്റെ ഒരു ഫസ്റ്റ് പൂജ ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ അവരെല്ലാരും ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഷൈജുവിന് പ്രഷറൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കത് എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ പൂജ കഴിക്കുന്നത് നാലും ഇത്രയും വലിയ സ്റ്റേജിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിപ്പോയി. ഞാൻ പേഴ്സണലി ഞാൻ പറയാണ്, ഞാൻ വളരെ കോൺഷ്യസ് ആയിപ്പോയി. ഞാൻ ആദ്യം തന്നെ ദേഹശുദ്ധി തുടങ്ങുമ്പോൾ ഞാൻ മുരളിയേട്ടനോടും സുരേന്ദ്രേട്ടനോടൊക്കെ ഞാൻ ഇത് പങ്കുവെച്ചു. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ദേഹശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരന്യാസം കഴിഞ്ഞിട്ട് നേരെ പ്രാണായാമത്തിലെത്തി. രക്ഷിക്കാൻ വിട്ടുപോയി. ഈ കണ്ണ് തുറന്നിട്ടാട്ടോ, അത് അവിടേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ പിന്നീട് തീരുമാനിച്ചത് എന്താ വെച്ചാൽ കണ്ണടച്ച് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ രണ്ടാമത് ദേഹശുദ്ധി തുടങ്ങിയിട്ട് പിന്നെ കണ്ണ് തുറന്നത് ഞാൻ നേരെ പീഠപൂജന്റെ അവിടെയാണ്. അതുപോലെ തന്നെ അടുത്തത് മൂർത്തി പൂജന്റെ അവിടെയാണ് പിന്നെ കണ്ണ് തുറന്നത് ഞാൻ. പിന്നെ ആൾക്കാരെ കാണുന്നു, ആൾക്കാർ ഇങ്ങനെ വർദ്ധിച്ച് ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ പ്രസന്ന പൂജ കഴിഞ്ഞതോടുകൂടി, ഞാനത് എടുത്തു പറയാൻ എന്താ കാരണം വെച്ചാൽ പ്രസന്ന പൂജയുടെ മണി അടിച്ചതോടുകൂടി പിന്നെ കണ്ണടക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അത്രയും ഒരു തരം കോൺഫിഡൻസ്. അതായത് ഇനിയിപ്പോ ഞങ്ങളുടെ എവിടെയും ഹാൻഡിൽ ചെയ്യാം, എന്ത് പൂജയും എത്ര ആൾക്കാരുടെ മുന്നിലും ചെയ്യാം എന്നുള്ള ഒരു ആ കോൺഫിഡൻസ്, അത് പ്രാക്ടിക്കലായിട്ടോ തിയറി ആയിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മുന്നിൽ ചെയ്യണം എന്നുള്ളതാണ്. അത് ആ ഒരു കോൺഫിഡൻസ് പകർത്ത് തന്ന ഈ ഒരു എന്താ പറയണ്ട, ഒരു ഓറ, അത് ഗംഭീരം തന്നെയായിരുന്നു. എനിക്ക് വാക്കുകളില്ല പറയാൻ. കുറച്ച് വീക്കാണ് മലയാളത്തിൽ, പക്ഷെ എന്നാലും വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് പറയാൻ. അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. വളരെ വളരെ ഭംഗിയായിരുന്നു. ശ്രീരാമേട്ടന്റെ ഐ മീൻ 2-3 ദിവസത്തെ ഉറക്കൊഴിച്ചലും പിന്നെ ഹരിയേട്ടന്റെ ആ കമാൻഡും പറയുകയാണെങ്കിൽ രക്ഷയിൽ അതിഗംഭീരം. ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കണം എന്നും വളരെ വളരെ മോഹമുണ്ട്. ഇനി ഇങ്ങനത്തെ പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും വരും എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ വരും എന്നുള്ള ഒരു ഇത്, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. വളരെ നന്ദി. ലാസ്റ്റിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. എന്റെ ഒപ്പം വന്നത് നമ്മളെ കാട്ടുമാടം ഈശാനേട്ടനാണ്. അപ്പൊ ഇത് ഞാൻ ഈശാനേട്ടനോട് വണ്ടിയിൽ തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശാനേട്ട ഇത് എന്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ പരീക്ഷ അല്ല പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈശാനേട്ടനെ ഞാൻ കാണാൻ പോയി.
വിശാനട്ട ഇങ്ങനെയൊക്കെ ചെയ്തു, 2 തവണ ദേഹശുദ്ധി ചെയ്യേണ്ടി വന്നു, പക്ഷെ പ്രസന്ന പൂജ കഴിഞ്ഞ ശേഷം ഫുൾ കോൺഫിഡൻസ് ആയി എന്നുള്ളത്. പിന്നെ ഞാൻ ഈശാനട്ടിനോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, നമ്മൾ ഏതോ ഒരു സിനിമയിൽ ഏതോ ഒന്ന് പറയുന്നില്ല, ഒരു കിളി പറന്നു പോയി എന്നുള്ള ഏതോ എവിടെയോ അതുപോലെ ഞാൻ ഈശാനട്ടിനോട് പറഞ്ഞു, എന്റെ ഇവിടുന്ന് ഒരു കിളി പറന്നു പോയി, ഇനി ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് പൂജ ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത് പറയാതിരിക്കാൻ വയ്യ. ഗംഭീരായിരുന്നു, അതിഗംഭീരം. താങ്ക് യു. നമസ്കാരം, ഞാൻ പിന്നെ സലീം. ഞാൻ പിന്നെ ബംഗ്ലാദേശിലാണ്. അപ്പം ഇത്രയും ദൂരം ആദ്യമായിട്ട് ഞാൻ യാത്ര ചെയ്ത് പോവായിരുന്നു. അപ്പം അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു ഇത്രയും ദൂരമൊക്കെ ആണെന്നെങ്കിൽ യാത്രയൊക്കെ ചെയ്ത് പോകാൻ ശാരീരികമായിട്ട് വിശാലം ആവശ്യതയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്ത് പോകും, അതുപോലെ ഇതുപോലെ ഒരു സദസ്സിന് മുമ്പിൽ എങ്ങനെയാണ് നീ ഈ പോയി ഈ പൂജയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ ഇത്രയും ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള ഹരിയേട്ടൻ്റെയും ശ്രീരാമേട്ടൻ്റെയും എല്ലാം നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഈശ്വരന് സാക്ഷിയായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യാം എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പം അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇത്രയും നാളായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഒരേ ഒരു ഗണപതിയേ ഉള്ളൂ, ഒരേ ഒരു ഗണപതി സങ്കല്പമേ ഉള്ളൂ. ആ ഒരേ ഒരു എല്ലാ നാളുകാർക്കും ഒരു ഗണപതിയേ ഉള്ളൂ എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു. എന്നാൽ ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം അത് നമ്മളെ പിന്നെ പല ഗണപതിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ 32 ഗണപതി ഉള്ളതായിട്ടും ഓരോ നാളുകാർക്കും 32 ഗണപതി ഉണ്ടെന്നുള്ളതും അതുപോലെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ ഈ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള പിന്നെ ശ്രീരാമേട്ടനോടും പിന്നെ ഹരിയേട്ടനോടും ഒക്കെ ഞാൻ പിന്നെ പലപ്പോഴും ചില അസംബന്ധമായിട്ടുള്ള രീതി എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാൻ ആദ്യമൊക്കെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. ആ പരിഭ്രമത്തിൽ ചോദിച്ചപ്പോഴാണെങ്കിൽ പോലും അവർക്ക് യാതൊരു ദേഷ്യവും ഇല്ലാതെ അവർ ആ സംശയങ്ങൾ ദൂരീകരിച്ച് തന്നു കൊണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ഭംഗിയായി സാധാരണ നമ്മൾ ഒരു പൂജ കഴിക്കുമ്പം ഈ ലഡ്ഡുക നിവേദ്യം അപൂർവ നിവേദ്യം എന്ന് പറയുന്ന ഇത് ശംഖിൽ നിന്ന് വെള്ളം കൊടുക്കത്തേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഈ ഹോമത്തിൽ യാഥാർത്ഥ്യമായിട്ട് തന്നെ ലഡുവും അപ്പവും എല്ലാം നിവേദിക്കാനായിട്ടുള്ള ഒരു നിവേദിക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയായിട്ട് ഉള്ള ഒരു മഹാഗണപതി ഹോമം ആദ്യമായിട്ടാണ് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതും എല്ലാം ഗുരുകാരണവന്മാരുടെയും പരദേവതമാരുടെയും എല്ലാം അനുഗ്രഹമായിട്ട് കാണുന്നു. ഇനിയും ഇതുപോലുള്ള യജ്ഞങ്ങളും ഗണപതി ഹോമങ്ങളും എല്ലാം നമ്മുടെ സമാജത്തിന് നടത്താൻ പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ എല്ലാം സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സുദേവൻ, എടവന ഇല്ലം, 2ാം ബാച്ചിലാണ്. എനിക്ക് കിട്ടിയ ഒരു അനുഭവം വേറിട്ടൊരു അനുഭവമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. പൂജ ചെയ്യുകയാണ്, ഗണപതി ഹോമം കഴിക്കുകയാണ് എന്നുള്ള വലിയൊരു പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു പക്ഷേ ഞാൻ കുറെ കാലം ശാന്തി ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് കിട്ടിയ അനുഭവം എന്താന്ന് വെച്ചാൽ ഈ പൂജാ പഠനത്തിൽ വന്ന ശേഷമാണ് എന്താണ് പൂജയുടെ തത്വം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ തത്വം മനസ്സിലാക്കിയിട്ട് തത്വത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയും കൊണ്ട് ഞാൻ ചെയ്ത ഒരു ആദ്യത്തെ പൂജയായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഹോമം ആയിരിക്കും ഇത്. അപ്പൊ എനിക്ക് പറഞ്ഞാൽ 2.5 മണിക്കൂർ ഉണ്ടെന്ന് ആദ്യം തന്നെ അറിയാം. 7 മണി മുതൽ 9:30 വരെ ഉണ്ടെന്ന് ആദ്യം തന്നെ അറിയാം. അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കേണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നും ആസ്വദിച്ച്, അതിന്റെ ഓരോ തത്വങ്ങളും ആസ്വദിച്ച് ആവാഹിക്കുക, അല്ലെങ്കിൽ വിരാട് പുരുഷനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ തന്നെ ധ്യാനിച്ച് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം എനിക്ക് ശരിക്കും, ആ ഒരു അനുഭൂതി എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിപ്പോ ഈ എല്ലാവരും കൂടി പീഠപൂജയുടെ മണി കൊട്ടുമ്പോഴും 59 പേര് കൂടി മണി കൊട്ടുമ്പോൾ 32ഉം 27 59 പേര് മണി കൊട്ടുമ്പോൾ ആ ഒരു അന്തരീക്ഷവും അതൊക്കെ എടുത്തു പറയേണ്ടായിരുന്നു. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം
പദ്ധതികളിൽ ഇനിയും തുടർന്ന് പങ്കെടുക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഇനി എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് പങ്കെടുക്കും. എൻ്റെ എല്ലാവിധ പിന്തുണയുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഗുരുനാഥന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഹിതേഷ്. എല്ലാ അർത്ഥത്തിലും പരിപാടി വളരെ നന്നായിരുന്നു. ആസൂത്രണത്തിന്റെ കാര്യത്തിലും പിന്നെ അവിടെ ഒരുക്കങ്ങൾ നടത്തുന്ന കാര്യത്തിലും എല്ലാ പങ്കെടുക്കുന്ന ആൾക്കാരും അതിന് നേതൃത്വം നൽകുന്ന ആൾക്കാരും ഒക്കെ ഒന്നിനൊന്ന് വളരെ മികച്ചതായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. യജ്ഞങ്ങള് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തേതിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആദ്യത്തേലും രണ്ടാമത്തേലൊക്കെ അതിന്റെ ഒരു മാധുര്യം രുചിക്കാൻ പറ്റി. അതുകൊണ്ട് ഇനിയുള്ള പരിപാടികളിലൊക്കെ എന്തായാലും വരും. ഏറ്റവും സ്വാർത്ഥമായ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഗുരുനാഥന്റെ ഒപ്പം സംസാരിക്കാനും വാത്സല്യത്തിന് പാത്രീഭവിക്കാനും വളരെ കഴിഞ്ഞു. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും സ്വകാര്യമായ സന്തോഷം. നമസ്കാരം. അപ്പൊ അതിങ്ങനെ ആസ്വദിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഇല്ല. അത് കഴിഞ്ഞ് പോരുമ്പോ ഒരു സുഖല്യായൊക്കെ ഉണ്ട്, എന്നാലും പോരും. എന്നാലും സന്തോഷമാണ്. അടുത്ത യജ്ഞത്തിനും കാണാം. നമസ്കാരം. ഹിതേഷിനെ വിളിച്ചിട്ട് കിട്ടില്ല, നാളെ ഒന്ന് വിളിക്കണേ. നമസ്കാരം. എൻ്റെ പേര് ശ്രീഹരി, 4ാം ബാച്ചാണ്. അപ്പം ഞാൻ ഈ പൂജാ പഠനത്തിൽ ചേർന്നപ്പം ഒരു പൂജയെങ്കിലും പഠിക്കാം, അത് ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്താവുന്ന വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യം കൊണ്ടും പിന്നെ ഗുരുനാഥന്റെയും ശ്രീരാമേട്ടന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടും പഠനം ആദ്യത്തെ സിലബസ് വെച്ചിട്ടുള്ള പഠനം മുഴുവനാക്കാൻ പറ്റി. പിന്നെ ഇതുവരെ എത്തി, തുടർ പഠനത്തിലൊക്കെ ചേർന്നിട്ട് ഇതുവരെയുള്ള പരിപാടികളിലൊക്കെ കുറച്ചൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മുഴുവൻ സമയമൊന്നും പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് ഇപ്പം ഇതിലാണ് ചെയ്യാൻ പറ്റിയത്. ഹോമാചാരം ഞാൻ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത്രയും കുറച്ച് വിഷമം തന്നെയായിരുന്നു ആദ്യം മുതലേ. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കാൻ പറ്റി. പിന്നെ വീട്ടിലും ഒന്ന് ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. പിന്നെ ഈ നമ്മുടെ എല്ലാ പഠിതാക്കളുടെ കൂടെയും ഗുരുനാഥന്റെയും ശ്രീരാമേട്ടന്റെയും ബാക്കി എല്ലാവരുടെയും കൂടെ ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. മനസ്സിൽ നല്ലോണം തങ്ങി നിൽക്കുന്നതാണ് ഈ ഒരു ഇത് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അമ്പലവും പിന്നെ ആ പ്രകൃതിയും നല്ല ഭംഗിയുള്ള ഇപ്പം ഉണ്ണികൃഷ്ണേട്ടൻ പറഞ്ഞ മാതിരി അരുവിയും അതൊക്കെ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ ഭംഗിയായി പരിപാടി. കുറച്ചു നേരം അവിടെ നിൽക്കാൻ പറ്റിയുള്ളെങ്കിലും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി. നമസ്കാരം. ഞാൻ വെങ്കട്ടരമണ, 7ാം ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ സംഘാടനത്തിന് പ്രത്യേകിച്ചും ശ്രീരാമേട്ടനോടും അതേപോലെ നമ്മുടെ ഗുരുനാഥൻ ഹരിയേട്ടനോടും അകമഴിഞ്ഞ് നന്ദിയുണ്ട്. അതേപോലെ 1ാം ബാച്ച് തൊട്ട് 8ാം ബാച്ച് വരെയുള്ള എല്ലാ പല ബാക്ക്ഗ്രൗണ്ടിലും പല ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്ന പല ആൾക്കാർക്കൊപ്പം ഇങ്ങനെ ഒന്നിച്ചു കൂടാൻ കിട്ടിയ ഒരു വലിയ അവസരം. അതിന് പ്രത്യേക നന്ദി, ശ്രീരാമേട്ടനോട് പ്രത്യേക നന്ദി. അതല്ലാതെ ഇങ്ങനെ പൂജ കഴിക്കാൻ ഇത്രയും ആൾക്കാർക്കൊപ്പം പൂജ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ധന്വന്തരി ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം ഇത്രയും ആൾക്കാരുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 1ാം ബാച്ച് തൊട്ട് 8ാം ബാച്ച് വരെ ചെറിയ കുട്ടികളടക്കം നമ്മൾ പല പ്രായത്തിലുള്ള ആൾക്കാർ, ചെറിയ കുട്ടികൾ തൊട്ട് വളരെ മുതിർന്ന ജോലിയിൽ നിന്ന് റിട്ടയർ ആയി വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും, പിന്നെ നമ്മുടെ ഗുരുനാഥന്മാര്, അതേപോലെ തന്ത്രി സമാജത്തിലെ ആചാര്യന്മാര് എല്ലാവർക്കും ഒപ്പം ഇങ്ങനെ
ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഗുരുനാഥന്മാരോടും ഈശ്വരനോടും നന്ദി. നമസ്കാരം, എൻ്റെ പേര് ശങ്കരൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ 8ാം ബാച്ചിലുള്ള പഠിതാവാണ്. എൻ്റെ പൂജയോ അല്ലെങ്കിൽ ഹോമോ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവിടെ വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാനും അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എന്നാലാവുന്ന വിധത്തിൽ സഹകരിക്കാനും അതിൽ പങ്കുകൊള്ളാനും കഴിഞ്ഞു വന്നിട്ട് മഹാഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ എൻ്റെ ഗുരുനാഥന്മാരെയും സഹപാഠികളെ, എൻ്റെ സീനിയർമാരായിട്ടുള്ള സഹപാഠികളെയും ശ്രീരാമേട്ടനെയും എല്ലാവരെയും നേരിട്ട് കാണുക എന്ന് പറയുന്നത് നമ്മൾ അതായത് സ്വപ്നമാണോ എന്ന് വരയ്ക്ക് ചിന്തിച്ചു പോയി. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. ശ്രീരാമേട്ടനോടും ഹരിയേട്ടനോടും മാക്സിമം എത്ര സമയം മിണ്ടാനും പറയാനും പറ്റും എന്നുള്ളത് നോക്കുന്നതായിരുന്നു. അത്രയും ഞാൻ മറ്റുള്ളവരോടും ആരോടൊക്കെ ഇടപഴകാൻ പറ്റിയോ അവരോടെല്ലാം മാക്സിമം അവരെയൊക്കെ നേരിട്ട് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ നേരിട്ടൊന്ന് വന്നിട്ട് എൻ്റെ പൂജയും ഹോമവും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്ന് ഇങ്ങനെ ഒരു യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ കഴിയുന്ന എൻ്റെ ഒരു സൗഭാഗ്യമായിട്ട്, എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഹരിയേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുനാഥൻ എന്തായിരിക്കണം എന്നുള്ള എൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഹരിയേട്ടൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി. അതേപോലെ എങ്ങനെ ഈ പരിപാടികളോ ഇതോ കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമേട്ടൻ. ഇത് ആരെയും ഇത് പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല, നമ്മളുടെ അനുഭവം. അതേമാതിരി സഹപാഠികളെ അല്ലെങ്കിൽ അവിടെ പങ്കെടുത്തിട്ടുള്ള ഓരോ വ്യക്തികളും എത്രമാത്രം തമ്മിൽ സഹകരണത്തോടുകൂടെ പ്രവർത്തിക്കാൻ പറ്റും അത്രയും സഹകരണമാണ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് വന്നിട്ട് വലിയൊരു കാര്യമായിട്ട് തോന്നി. അത് പല ഏജിലുള്ള പല ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെ അത് നേരിട്ട് അത്രത്തോളം അറിയാത്ത വ്യക്തികളെ ആയിട്ട് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ കണ്ട് ഇതായിട്ട് അവർ ഇത്രയും സഹകരണത്തോട് കൂടിയിട്ട് ഇത്രയും ഒരേ മനോഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരേ വേദിയിൽ ഇങ്ങനെ പങ്കുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്കത് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. അത് ഇതേമാതിരിയുള്ള ഇനിയും അനുഭവങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 27-ാം തീയതി രാവിലെ എത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഭാഗ്യവശാൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വേറെ 2 പഠിതാക്കൾ ഇവരുടെ കൂടെ ഉണ്ടായത് കാരണം അവരുടെ കൂടെ വന്ന് 27-ാം തീയതി തന്നെ അവിടെ എത്താൻ പറ്റി. പക്ഷെ 29-ന് എത്തിയിട്ട് 29-ന് അവിടെ നമ്മുടെ മൃത്യുഞ്ജയമോ ഇതൊക്കെ ഞാനിതിൽ വീഡിയോയിൽ കണ്ടപ്പോഴാണ് പിന്നെ മൃത്യുഞ്ജയമോ ഉള്ളത് മനസ്സിലായത്. മാത്രമല്ല അതിന് പങ്കുകൊള്ളാൻ പറ്റില്ലായിരുന്നു, ഇവരുടെ കൂടെ തിരിച്ചു വരേണ്ടത് ഉള്ളത് കൊണ്ട് അങ്ങനെ തിരിച്ചു വന്നു. അതിൽ പങ്കുകൊള്ളാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നടന്ന ഇത്രയും മഹത് വ്യക്തികളെ ഒരേ വേദിയിൽ വെച്ച് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ കഴിയാത്തൊരു ഇതായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടു, എല്ലാവരും ആയിട്ടും നമുക്ക് ഇടപഴകാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ധന്യമായ ഒരു മുഹൂർത്തമായിട്ട് കാണുന്നു. ഇങ്ങനെ ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും അനേക കോടി നമസ്കാരം. എൻ്റെ ഗുരുനാഥൻ ഹരിയേട്ടനും ശ്രീരാമേട്ടനും മറ്റുള്ള നിങ്ങളേവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 2 വാക്ക് നമസ്കാരം. ശങ്കരേട്ടൻ പറഞ്ഞതിനോടുകൂടി 2 വാക്ക് കൂട്ടിച്ചേർക്കട്ടെ. അതായത് പിന്നെ ആശങ്കകളോ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും അവസാന നിമിഷം ഹരിയേട്ടന് പൊതുവെ ഒരു സ്വതസിദ്ധമായ ശൈലി, ഒന്നിനും ഒരു ആശങ്കയില്ല എന്നല്ല. ഇനി അഥവാ ആരും ഇല്ലെങ്കിൽ ഹരിയേട്ടൻ തന്നെ പായസം വെക്കും. എല്ലാ പൂജയും ഏത് ചെറിയൊരു കർവോമം മുതൽ ഏത് പൂജയും ഹരിയേട്ടൻ നിസ്സംഗം ചെയ്യുന്നുള്ളൊരു എനിക്കറിയാം. അപ്പൊ ഹരിയേട്ടനെ സംബന്ധിച്ചോളം അതില്ല. പക്ഷെ എനിക്ക് അവസാന നിമിഷം ഒരു ആശങ്ക ഉണ്ടായത് പരികർമ്മത്തിന് ആരും ഇല്ലാതാവുമോ എന്നുള്ളൊരു പേടി ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പൊ ഗണപതി കൊണ്ടുവന്ന പോലെയല്ലാണ് നമ്മുടെ പഠിതാക്കൾ പ്രതീക്ഷിക്കാതെ ഒരു 10 പേര് നമ്മുടെ രക്ഷിതാക്കളും പഠിതാക്കളുമായിട്ട് പരികർമ്മത്തിന് ഓടി നടക്കാൻ. അതായത് നമ്മളെ ഇപ്പൊ പഠിതാക്കൾ എന്നുള്ളതിലേക്ക് ഞാനടക്കം നിങ്ങളെ പോലെ ഒരു പഠിതാവാണ്. അപ്പൊ നമ്മുടെ പരിപാടി എന്നുള്ളതിൽ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹപഠിതാക്കൾ, അതായത് പൂജക്കിരിക്കാത്തവരും അതേപോലെ കൈ മെയ് മറന്ന് കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത് വിജയിപ്പിക്കാൻ പറ്റിയത്.
അത് അവസാനമാണ് ഗണപതി കുറെ ആൾക്കാരെ കൊണ്ട്. അതുപോലെ ഒരു ആശങ്ക ഉണ്ടായിരുന്ന വെച്ചാൽ ആരെങ്കിലും 1-2 ആള് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, കാരണം അമ്പലക്കാര് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട്, അവരെല്ലാ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഹോമത്തിനോ ഒരു പൂജക്കോ ആളോ ആബ്സെന്റ് ആയാൽ അത് മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും ഹരിയേട്ടനും റിസർവിലേക്ക് മാറിയത്. പിന്നെ ഒരു ഘട്ടം വന്നപ്പോഴേ ഞാൻ പൂജക്കിരുന്നു. പിന്നെ അവസാനം റിസർവിൽ ഹരിയേട്ടൻ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് നമ്മള് പൂജക്ക് 34 ആൾക്കാരെ പേരാ ലിസ്റ്റ് ഇട്ടത്. പക്ഷെ 27 ആള് കറക്റ്റായിട്ട്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, 28 ആളായി പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. 28 ആളായാൽ ആ ആളെ എവിടെ പിന്നെ അയാൾക്ക് അവിടെ അലോട്ട്മെന്റ് കൊടുക്കുന്നുള്ളൊരു പ്രശ്നം വരും. ഇനി 28 പേര് 26 ആയാലോ ഒരാളെ എവിടെ കണ്ടെത്തുന്ന പ്രശ്നം വരും. അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ കാരണം നമ്മളെല്ലാം ഒരുങ്ങിയിട്ടുള്ള ആ ലാസ്റ്റ് സ്റ്റേജാണ്. ആ സമയത്താണ് രാത്രിയോ എന്നല്ല രാവിലെയോ എന്നല്ല നമ്മുടെ 8ാം ബാച്ചിൽ 2 പേര്, ഇനി അഥവാ ആരെങ്കിലും കുറവുണ്ടെങ്കിൽ പൂജയ്ക്ക് ഇരിക്കാൻ പറ്റി 2 പേര് അവിടെ, രാജേഷും പിന്നെ ഒരാളും കൂടി. അപ്പൊ ഒരു ഗണപതിന്റെ ശരിക്ക് ഗണപതി അങ്ങ് ആ മണ്ഡപത്തില് യജ്ഞവേദിയിൽ വിളയാടിയിരുന്നുള്ള സംശയമൊക്കെ അതിലില്ല. പ്രത്യക്ഷത്തില് ഉണ്ടായിരുന്നു അവിടെ, ഭഗവാൻ അവിടെ പ്രത്യക്ഷമായിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു സത്സംഗം ഇത് ഉണ്ടായത് ഇനിയും ഇങ്ങനെ നമുക്ക് വളരെയധികം യജ്ഞങ്ങളും ഇതുകളും നടത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതിൽ പങ്കുകൊള്ളാനുള്ള ഭാഗ്യം എന്നെ പോലെയുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഞാൻ പ്രസാദം കൊടുക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ ആക്ഷേപം ഉണ്ടായിരുന്നത്, അയ്യോ തിരുമേനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് എല്ലാവരോടും, എനിക്ക് എന്താ പറഞ്ഞു, എല്ലാവരോടും പോയി പറയാൻ പറ്റിയില്ല. അപ്പോ പറഞ്ഞു ഇങ്ങനെ തീർച്ചയായിട്ടും ഇനി ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ ഇത്രയും പേര്, ഞാൻ ഇതിന്റെ വീഡിയോ ഇതൊക്കെ കാണിച്ചു കൊടുത്ത സമയത്ത് ഇത്രയും പേര് നമ്മളുടെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇന്ന മാതിരി പിന്നാലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ ഇത്രയും വ്യക്തികൾ ഇന്ന മാതിരി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആശ്ചര്യമാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നി. എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രവൃത്തി പറഞ്ഞു, ഇങ്ങനെ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ആണ് ഇത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഇതിലാണ്, നമ്മളുടെ ഒരു സ്വന്തം താല്പര്യത്തിനല്ല, എല്ലാവരും ആരുടെയും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഇതേമാതിരി ദൈവം ഞങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളാലാവുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് വീണ്ടും ഇതേമാതിരി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കും. ഞാൻ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതിന് വേണ്ട സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ അതൊരു ബലം കൂടെ എനിക്ക് തന്നതുകൊണ്ട് നാളെ എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ കുറച്ചുകൂടെ അതൊരു ഉത്തേജനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാവരും അതിൽ വന്നിട്ട് വളരെ അഭിമാന ഇതാണ്, നമ്മളുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞാല്. ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഈ പറഞ്ഞ മാതിരി 32 ഗണപതി ഹോമം, എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. ശ്രീരാം, എല്ലാവർക്കും നന്ദി. നമസ്കാരം, ഞാൻ ധന്വന്ത്, ബാച്ച് 7-ൽ നിന്നാണ്. എനിക്കിപ്പോ ഇവിടെ കൂടുതലൊന്നും പറയാനില്ല, പക്ഷെ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പ്രായത്തില് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു അത്ഭുതമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ പൂജാപഠനത്തിലെ മിക്കവരും ജോലി ചെയ്യണവരും റിട്ടയർ ആയവരാണ്. കുട്ടികൾ വളരെ കുറവാണ്. എന്നെ പോലത്തെ പ്രായത്തിലുള്ള പിള്ളേർ പൂജ അയച്ച് പൂജ ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയൊരു ഇതായിരുന്നു. എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ മറക്കുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഞാൻ ശ്രീകുമാർ, പൂജാ പഠന 5ാം ബാച്ചിലെ ആളാണ്. എനിക്ക് ഇത് തന്നെയാണ് പറയുന്നത്, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ശ്രീരാമേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു വേദിയിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അപ്പം അത് കൃത്യമായിട്ടും ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും ഉപയോഗപ്പെടുത്താനും ചെയ്യാനും കഴിഞ്ഞു. പിന്നെ വേറെ ഒരു കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ ശ്രീരാമേട്ടന്റെ കോർഡിനേഷൻ. എന്തായാലും 1ാം ബാച്ച് മുതൽ ഈ അവസാന ബാച്ച് 8ാം ബാച്ച് വരെയുള്ള എല്ലാ ബാച്ചിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. സാധാരണ ഏത് കോഴ്സായാലും അവസാന ബാച്ചിലുള്ള ആൾക്കാർ കുറെ ആൾക്കാരുണ്ടാവും, ബാക്കിയുള്ള ആൾക്കാരെ കാണുകയില്ല, ഉണ്ടയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ഇതിൽ നമുക്ക് എല്ലാ ബാച്ചിലുള്ള ആൾക്കാരെയും, എനിക്കൊന്ന് എൻ്റെ 5ാം ബാച്ചിൽ നിന്ന് മാത്രമേ ആളില്ലായിരുന്നു. ഞാനും വിനായകനും മാത്രം 2 പേരെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പം ഇനിയും ഇതേപോലെയുള്ള സൗഭാഗ്യങ്ങളും പിന്നെ മംഗളയജ്ഞങ്ങൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും അതിൽ പങ്കുകൊള്ളാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിന് എൻ്റെ എല്ലാവിധ പിന്തുണയും പിന്നെ
എല്ലാം ഉണ്ടാവും. ഗുരുനാഥന്മാരുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വസുദേവും അച്ഛനും പിറ്റേ ദിവസം രാവിലെ വന്നു. വന്നു ഇല്ലേ? ആ വസുദേവ് എന്നെ വിളിച്ചിരുന്നു. ശരിയാ. എനിക്ക് അവിടെ തോന്നിയ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മളെ പൂജയൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെ നക്ഷത്രക്കാരായിരിക്കുന്ന ഭക്തജനങ്ങളാണല്ലോ. അപ്പൊ അവർക്ക് ഈ കഴിച്ച ആളെ ഇത് പ്രസാദമാകണമെന്ന് സംശയം. അവരിങ്ങനെ പലതും ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മളിൽ നിന്ന് എനിക്കതിങ്ങനെ ഫീൽ ചെയ്തു. എന്താ വെച്ചാല് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലും കൊടുക്കും നമ്മളെ കൈകൊണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവര്. പിന്നെ വെൽക്കം പറയുന്ന കൊടുത്തത് കൊണ്ട് സമാധാനായി. അവിടുന്ന് ഒരാൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെ, നമ്മുടെ ആ ക്രൗഡിൽ അത് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആക്കിയത്. കംപ്ലീറ്റ് കൂട്ടി പെരങ്ങി പോകും. നമ്മളെ നടുവിലാളുണ്ട്. നമ്മള് 2 ലൈനാണെങ്കിൽ അത് നടക്കുമായിരുന്നു, ബാക്കിൽ നിന്നും പിന്നിൽ. ഇത് 3 ലൈൻ ഉണ്ടല്ലോ. നമ്മളിപ്പോ മുന്നിലെ ലൈനിൽ കൊടുക്കാൻ തുടങ്ങിയാൽ അവര് ഇത് കവച്ചു വെച്ചിട്ട് അപ്പുറത്തെ ലൈനിലേക്ക് പോകും. ഒരു സംശയമില്ല കാര്യത്തില്. ആകെ ബഹളാവും. പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെ, അല്ല ഉണ്ട്. അവരെ നക്ഷത്രത്തിന് കഴിച്ച ആളാണല്ലോ ഇപ്പൊ ഉള്ളത്. ഏറ്റവും ലാസ്റ്റ് ഇരുന്നോണ്ട് പലരും 2-3 പേര് വേണമെന്ന് ചോദിക്കാനായിട്ടിരുന്നു. നമുക്ക് തരുമോ ഓരോരുത്തരും അവിടെ ചോദിക്കണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ലൈനിലാണല്ലോ ഞാൻ ഇരുന്നിരുന്നത്. അപ്പൊ പിന്നീട് നിന്നിട്ട് ചിലരും പ്രതീക്ഷയോടുകൂടി പലരോടും അവർ തമ്മിൽ പരസ്പരം അത് കഴിഞ്ഞാൽ കിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നു പലരും. നമസ്കാരം. ഞാൻ ഈശ്വരൻ, വെള്ളിയോട്, ആലപ്പുഴയാണ്. ഈ കൂട്ടായ്മയിലോട്ട് എത്തിപ്പെടാൻ താമസിച്ചു പോയി എന്നൊരു തോന്നലാണ് അവിടെ വന്ന് കൂടിയപ്പം എനിക്ക് തോന്നിയത്. രാത്രി ഒരുപാട് വൈകിയാണ് അവിടെ എത്താൻ പറ്റിയത്. എന്നിരുന്നാലും എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന സഹകരിച്ച് മാക്സിമം ചെയ്തു എന്നൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ എനിക്കൊരു പൂജയും കഴിക്കാനൊരു അവസരവും ശ്രീരാമേട്ടനും ഹരിയേട്ടനോട് ആലോചിച്ച് തന്നു. അതൊരു ഭാഗ്യമായി കരുതുന്നു. ഇത് ഇപ്പൊ ഒരു വിഷമം അത് മാത്രമേ ഉള്ളൂ. 8ാം ബാച്ചിലേക്കായി പോയി. ആദ്യമേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ ഇതിനകത്ത് ജോയിൻ ചെയ്യാമായിരുന്നു എന്നാണ് അവിടെ വന്നപ്പോ ഒന്നുകൂടെ തോന്നി എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ഞങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യവും അറിവും പകരാനായിട്ട് ഗുരുനാഥന്മാര് അവസരങ്ങൾ തരിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ 8ാം ബാച്ചിലെ പഠിതാവാണ്, മനോജ് കൊയിലു. ഞങ്ങള് 27ാം തീയതി അവിടെ എത്തുമ്പോൾ ശ്രീരാമേട്ടനും ഹരിയേട്ടനും കൂടി രണ്ടുപേരും കൂടി ഒന്നിച്ച് കണ്ടു. അപ്പൊ അവരുടെ മുഖത്ത് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു, ആത്മവിശ്വാസം. ഈ ആരും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി നടത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം. അത് കണ്ടപ്പോൾ ഒരുവിധം പേടിയോട് കൂടിയിട്ടാണ് വന്നിരുന്നത്. എനിക്കും കുറേശ്ശെ ആത്മവിശ്വാസം വന്നു. പിന്നെ യാത്രയൊക്കെ കഴിഞ്ഞ് ഭയങ്കര തലവേദനയായിട്ട് വന്നതായിരുന്നു. അരുവിയിലൊന്ന് മുങ്ങിയതോട് കൂടിയിട്ട് ഉള്ള തലവേദന എല്ലാം പോയി. വളരെ റിലാക്സ് ആയി, ശാന്തമായ ഒരവസ്ഥയിലായി. അപ്പോൾ ശ്രീരാമേട്ടന് ഇത്രയും ആളുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അപാരമായൊരു കഴിവുണ്ട്. അപ്പൊ ഈ കഴിവ് ഇതോടുകൂടി അവസാനിപ്പിക്കരുത്. ഇനിയും ശ്രീരാമേട്ടനിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാരണത്ത് സുരേന്ദ്രൻ, 7ാം ബാച്ചിലെ പഠിതാവാണ്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. മാനസോല്ലസ എന്ന സുരേശ്വരാചാര്യന്റെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ വ്യാഖ്യാനത്തിലെ ഒരു ശ്ലോകത്തെ സ്മരിച്ചുകൊണ്ട് ഇത് തുടങ്ങുന്നു. ഈ നമ്മുടെ ഈ യജ്ഞം, ഈ ഹോമം നടത്തിയത് ഒരു കാര്യം നമ്മൾ ഒരു തത്വത്തിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട ത്രിഭുവന ജഠരേ സൽഗുണോഞ്ജനാധാതു സ്പർശശ്ചേതത്ര കൽപ്യ സ നയതി യതഹോ സ്വർണദാമസ്മസാരം
ന സ്പർശത്വം തഥാ വിസൃത ചരണയുഗേ സദ്ഗുരു സ്വീയ ശിഷ്യേ സ്വീയം സാമ്യം വിദത്തേ നിരുപമ വിഭവാ തേന ചാലൗകികോപി. ആത്മവിദ്യാ പ്രദാതാവായ ശ്രീ ഗുരുവിന്റെ യോഗ്യതയെ ശങ്കരാചാര്യ സ്വാമികൾ അനുസ്മരിക്കുന്ന ഒരു ശ്ലോകമാണിത്. അധ്യാത്മവിദ്യ പ്രദാതാവായ സദ്ഗുരുവിന് ദൃഷ്ടാന്തമായിട്ട് മറ്റൊരു വസ്തു 3 ലോകത്തിലുമില്ല. സ്പർശമണി കാര്യരുമ്പിനെ സ്വർണമാക്കും, എന്നാൽ അതിനെ സ്പർശമണി ആക്കുന്നില്ല. സദ്ഗുരു തന്റെ ചരണത്തെ ആശ്രയിച്ച ശിഷ്യനെ തനിക്ക് തുല്യനാക്കുന്നു. ഗുരു അലൗകികനാണെങ്കിലും ശിഷ്യനിൽ നിരുപമ വിഭവങ്ങൾ അർപ്പിക്കുന്നു. ഈ തത്വത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ യജ്ഞം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗുരു തനിക്ക് തുല്യരാക്കി തീർക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇത്രയാണ് എനിക്ക് യജ്ഞത്തെ പറ്റി പറയാനുള്ളൂ. ഇനി ബാച്ച് 7ന്റെ കാര്യമാണെങ്കിൽ, ഞങ്ങളോട് പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചത് ആകെ 4 or 5 പേരാണ് പരീക്ഷയിൽ പങ്കെടുക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം പഠിതാക്കളുടെ ഗ്രൂപ്പിൽ വിഷ്ണു പൂജ കഴിഞ്ഞപ്പോഴേക്കും അത്രയും പേരാണ് റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പഠിതാക്കളുടെ ക്ലാസ്സുകളിൽ. അത് കഴിഞ്ഞ് പറഞ്ഞു എല്ലാവരും വിളിച്ചു വന്നപ്പോൾ 18 പേരോളം പേര് തന്നു. അപ്പൊ ശ്രീരാമേട്ടനും നാരായണേട്ടനും എന്നോട് വീണ്ടും പറഞ്ഞു, ഇത് വെറുതെ പേര് തന്നതായിരിക്കും, ഇത്രയും പേരൊന്നും വരാൻ സാധ്യതയില്ല, വീണ്ടും വിളിച്ചു നോക്കൂ. വീണ്ടും ഇവർ ഉറപ്പാക്കിയപ്പോൾ അവര് ഈ 18 പേരും തന്നെ വരുമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിൽ 2 പേർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഒരാൾക്കൊരു കോർട്ട് കേസ് വന്നുകൊണ്ട് അതിന് പോയി. പിന്നെ അജയിന് ഒരു ചെറിയൊരു പ്രശ്നം വന്നു വീട്ടിൽ, അതുകൊണ്ട് പരീക്ഷയ്ക്ക് ശരിക്കും വീട് പണിയുള്ളതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ 2 പേരാണ് 16 പേരോളം അത് പങ്കെടുക്കുകയും ഈ യജ്ഞത്തിനിടയ്ക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് നടക്കുമെന്ന്. പക്ഷെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ പരീക്ഷ എല്ലാവരും ഒരു ദിവസം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരും അവരുടെ കഴിവിനൊത്ത് എല്ലാവരും നന്നായിട്ട് അത് ഒരു വലിയ വിജയമായിട്ടാണ് കഴിയുന്നത്. കൂടാതെ ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പൂജ ചെയ്ത് എല്ലാ മഹാന്മാരുടെ കൂടെയും കൂടിയിരുന്ന് ഗുരുക്കന്മാരുടെ കൂടെയും കൂടിയിരുന്ന് പൂജ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ഈ കൊല്ലത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. നന്ദി, നമസ്കാരം. ഇനി ആരോ ഉണ്ടോ സംസാരിക്കുന്നുണ്ടെങ്കിൽ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമേഷാണ്, 7ാം ബാച്ചിലെ പഠിതാവാണ്. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലാണ് ഈ കല്യാണമൊക്കെ നടന്നത്. അപ്പൊ അതിൽ വളരെ ഭംഗിയായിട്ട് എല്ലാവരും കൂടി അത് നടത്തി തന്നു. അത് പ്രത്യേകിച്ച് ഹരിയേട്ടനും ശ്രീരാമേട്ടനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും, പിന്നെ നമ്മുടെ പഠിതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവർ എല്ലാവരുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അമ്പല കമ്മിറ്റി, അതുപോലെ തന്നെ നമുക്ക് പാചകം ചെയ്തു തന്നവര്, അതുപോലെ തന്നെ അവിടുത്തെ മേശാന്തി, എല്ലാവരുടെ പൂർണ്ണ പിന്തുണ നമുക്കുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എല്ലാവരും കൂടി അത് നല്ല വിജയത്തിലെത്തിച്ചു. അതിൽ പിന്നെ ഭഗവാനും എല്ലാവരും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓൺലൈനിൽ കണ്ടു പരിചയമുള്ളൂ. ഇവിടെ വന്നിട്ടാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രീരാമേട്ടനോട് 2 ദിവസം ശ്രീരാമേട്ടൻ ഒന്നിച്ച് കഴിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മുരളിയേട്ടൻ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണേട്ടൻ, പിന്നെ എല്ലാവരുടെ നമ്മൾ ഒന്നിച്ച് കുറെ സംസാരിച്ചിരുന്നു. കുറെ പിന്നെ തമാശകളും കാര്യങ്ങളും പറഞ്ഞ്, അപ്പൊ അതൊക്കെ ഒരു അനുഭവമാണ്. നമ്മുടെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇനി മുമ്പിലോട്ട് നല്ല രീതിയിൽ പോകണം. അത് പൂർണ്ണ പിന്തുണ ഉണ്ടാകും. ഇപ്പൊ സുരേന്ദ്രേട്ടൻ പ്രത്യേകിച്ച്, അതുപോലെ ഉണ്ണികൃഷ്ണേട്ടൻ നമ്മുടെ പിന്നെ ആദ്യം മുതൽ ഉണ്ടായിരുന്നു, നല്ലൊരു പിന്നെ സപ്പോർട്ടായിരുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നാട്ടുകാരനായതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ പറ്റി. അപ്പൊ അതിലൊരു നന്ദിയുണ്ട്. അതുപോലെ എനിക്ക് പിന്നെ ഒരു ഇത് പറഞ്ഞാല്, പിന്നെ സാധാരണ ഇപ്പം ഹരിയാണ പറയാറുണ്ട്, നൈവേദ്യമാണ് ഇപ്പൊ ഒരു ദേവന് പ്രധാനം എന്ന് പറയാറുണ്ട്. അപ്പൊ അതില് നമ്മളെ മൃത്യുഞ്ജോമത്തിന് നൈവേദ്യം പിന്നെ പായസം, അതുപോലെ തന്നെ പാൽപ്പായസം എന്നിവ തയ്യാറാക്കാനുള്ള ഒരു യോഗം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ വേളുവെപ്പിനുള്ള നൈവേദ്യം അടക്കം ഞാനാണ് ആദ്യം രാവിലെ ചെയ്തത്. അപ്പൊ അതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതില് പ്രത്യേകിച്ച് ബാക്കിയൊന്നുമില്ല. പിന്നെ കുറച്ച് ചിത്രമായ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ പിന്നെ മുരളിയായിട്ട് വന്നിട്ട് അത് പേഴ്സണലായിട്ട്, അപ്പൊ അതിപ്പോ പറയുന്നില്ല.
തീർച്ചയായിട്ടും ഇപ്പൊ നല്ലൊരു അനുഭവമാണ്. ഇപ്പം ഇനി മുമ്പോട്ട് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ഒത്തുമിച്ച് പോവാന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവരോടും ഈ അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അതാത് ഗ്രൂപ്പിലുള്ളവര് ആ റിലേഷൻ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ബന്ധപ്പെട്ട് അന്യോന്യം നിലനിർത്തണം എന്നാണ്. ഇപ്പൊ 1ാം ബാച്ച് അവരുടെ ഗ്രൂപ്പ് വളരെ സജീവമാണ് നാരായണന്റെ നേതൃത്വത്തില്. അതുപോലെ 4ാം ബാച്ചും ഒരു പരിധിവരെ വളരെ സജീവമായിട്ട് ആ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നുണ്ട്. 3ാം ബാച്ചും ശ്രീനിവാസും പ്രസാദ് മാധവേട്ടൻ വളരെ സജീവമായിട്ട് ശ്രീജിത്ത് ആ ഗ്രൂപ്പ് ശ്രീജിത്ത് അല്ല ബാക്കിയുള്ളവരൊക്കെ കൂടി ആ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇനിയുള്ള 7-8 ബാച്ചുകൾ അവരുടെ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളെയും വിളിച്ച് സംസാരിക്കുക. ആ നമ്പറൊക്കെ നിങ്ങൾ അവരുടെ പേര് വെച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റണം. ആ ബന്ധം ഒന്ന് നിലനിർത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലും ഇത്തരം കൂട്ടായ്മകൾ വരുന്ന സമയത്ത് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നത് പ്രത്യേകം അറിയിക്കട്ടെ. ഇപ്പൊ 2ാം ബാച്ചിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അവരൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ 3-4 പേര് വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷത്തോട് പ്രതികരിച്ചു. പിന്നെ ഈ റിപ്പീറ്റ് ബാച്ചിൽ പങ്കെടുക്കാനും ഒരുപാട് നമുക്ക് വേണ്ട കോൺട്രിബ്യൂഷൻ തന്നു. പിന്നെ നല്ല രീതിയിൽ ഒരുപാട് സന്ദേശങ്ങൾ അയച്ചു തരികയും ചെയ്തു. അപ്പൊ അതുപോലെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീരാമേട്ടൻ പറഞ്ഞതിന് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു പൂജ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇപ്പം എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ ആരും അത് ഇൻറ്റൻഷനലി ആയിട്ടാണോ എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഒരു ഫോഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്, നമ്മളെല്ലാം കൂട്ടിയിണക്കാനെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് ലീഡേഴ്സ് അത് നോക്കി അവരെ ഓരോരുത്തരായിട്ട് ആ പേഴ്സണൽ ടച്ച് തന്നെ ഉണ്ടാക്കണം. ആ പേഴ്സണൽ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ബാച്ചിലെ ആൾക്കാരോടും പറയാനുള്ളതാണ് ആ ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ മന്ത്ലി പ്രോഗ്രാംസ് എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് ഒക്ടോബർ മുതൽ. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കുക, നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പൂജ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വന്നത് ശ്രീരാമേട്ടൻ അറിയാമായിരിക്കും, ഞാൻ വെറുതെ ഒരു വിഷ്ണു പൂജ മാത്രം പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് പലതും പഠിക്കാനുണ്ട്, നമ്മൾ കുറേ കാണാനുണ്ട്, കുറേ അറിവുകൾ നേടാനുണ്ട്. നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് അത് നേടിക്കാനുള്ള ഒരു ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഈ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് പലതരത്തിലാവാം. നമ്മുടെ ഓരോ ജില്ലയിലുള്ള ആൾക്കാർ കൂടിയിട്ടുള്ള ഗ്രൂപ്പുകളാവാം, അല്ലെങ്കിൽ ബാച്ചുകളുള്ള ഗ്രൂപ്പുകളാവാം. എങ്ങനെയാണെങ്കിലും ആ ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹകരണങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നമ്മൾ 1000 1200 ഉള്ള ഒരു ഗ്രൂപ്പിന് അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റും. ഇനി ആരോ സംസാരിക്കുന്നത്? നമസ്കാരം. നമസ്കാരം ശ്രീരാമേട്ട നമസ്കാരം. എൻ്റെ പേര് രാമൻ, തൃശ്ശൂരാണ് ഇല്ലം. ഇപ്പൊ ബഹ്റിനിലാണ്. ഇതേവരെ സംസാരിച്ചവരെല്ലാം ഇതിൽ പങ്കെടുത്തവരാണ്. ഇത് പങ്കെടുക്കാത്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, 2 കൊല്ലം മുമ്പ് ഞാൻ വടകര എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അതിന്റെ ഒരു വൈബ് വേറെ തന്നെയായിരുന്നു. ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എന്നെ പോലെ ഒരു സാധാരണക്കാരന്, തന്ത്രി കുടുംബത്തിൽപ്പെടാത്ത സാധാരണ ജീവിച്ചു പോകുന്ന ഒരാൾക്ക് ഈ കുട്ടിക്കാലത്ത് നാടുവിടേണ്ടി വന്നു, ജോലിയൊക്കെ ആയിട്ട്, ജോലി സംബന്ധമായിട്ട്. അപ്പൊ ഇതിനൊന്നുള്ള പഠിക്കാനൊന്നുള്ള ചെറുതായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ പിന്നീടൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും പഠിച്ചു എന്നുള്ള ബോധ്യമൊന്നുമില്ല. എന്നാലും ഈ ഗ്രൂപ്പിൽ വന്നു പെട്ടു. അന്ന് അങ്ങനെ അവിടെ വന്നിട്ട് ധന്വന്തരി ഹോമത്തില് പങ്കെടുക്കാൻ പറ്റി. പിന്നീടുള്ള ഇതില് ലീവ് കിട്ടാത്ത കാരണം അങ്ങനെയൊക്കെ പിന്നീടുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പത്തെ പരിപാടിയിലും വന്നിരുന്നു, പക്ഷെ അതൊരു കാഴ്ചക്കാരനായിട്ട് ജസ്റ്റ് വന്നു എന്ന് തന്നെയുള്ളൂ. എന്തായാലും ഓരോ കൊല്ലം ചെല്ലുന്തോറും ഇതിന്റെ ഈ ഗ്രൂപ്പിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടേതായ സാംസ്കാരികമായ ഈ പൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്നതിനും, അതേമാതിരി ശ്രീരാമേട്ടനെ പോലെയുള്ളവര്, ഹരിയേട്ടനെ പോലെയുള്ളവരും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നതില് എല്ലാവിധ സപ്പോർട്ടും ചെയ്യാൻ നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാവട്ടെ.
ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം നമ്മൾ വടകര വെച്ച് ഒരു യജ്ഞം കഴിഞ്ഞു, രണ്ടാമത് കാസർഗോഡ്, മൂന്നാമത് ഇപ്പം ഇവിടെ. അപ്പൊ എല്ലാ യജ്ഞത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. അതൊരു വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. ഇതുപോലെ ഇനിയും TVSRC തന്ത്രി വൈദ്യന്മാരും കൂടി ആലോചിച്ചിട്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ പങ്കെടുക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ഒരു എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഒരു പൂജാ പഠന ഗ്രൂപ്പ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചേരണോ വേണ്ടിയോ എന്നൊക്കെ നോക്കി ഇതായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു അല്ല ചേരാം, ചിലപ്പോൾ എന്തെങ്കിലും അറിവ് കുറച്ചും കൂടി അതിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടാണ് ചേർന്നത്. പക്ഷെ ചേർന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായേനെ എന്ന് എനിക്കിപ്പോൾ വളരെ തോന്നുന്നുണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ ആദ്യം മുതലേ അത് ചേർന്ന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ ഒരു ഗുണമായി. പല കാര്യങ്ങളും അതിൻ്റെ ഒരു ആര് പറഞ്ഞ പോലെ അതിൻ്റെ തത്വങ്ങളൊക്കെ ശരിക്കും ഉൾക്കൊണ്ട് ചെയ്യാൻ ഇപ്പാണ് കുറച്ചും കൂടി ആവുന്നത്. അപ്പം ആദ്യമൊക്കെ പൂജ ചെയ്യായിരുന്നെങ്കിലും അത് ആ ഒരു പഠിച്ചൊരു രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഇതേപോലുള്ള ഹോമങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ വന്നേരം ഇപ്പോൾ ഈ കാസർഗോഡ് വന്നേരം നമുക്ക് ചില അതിനുള്ള ഗുണങ്ങൾ പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അത് അങ്ങനെയല്ല എന്ന് മനസ്സിലായത് അവിടെ വന്ന വെച്ചിട്ടാണ്. അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരും ഇത് വന്ന് പങ്കെടുത്താലേ നമുക്കിതിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. വെറുതെ ഇവിടെ നിന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മിസ്സായിരിക്കും. നമ്മളിപ്പം ഒരു ഓൺലൈനിലേക്ക് പഠിക്കുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ അവിടെ വന്ന് ചെയ്ത് അതിൻ്റെ ആ ഒരു ചെയ്ത് എല്ലാവരുടെ കൂട്ടത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും അത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അതൊരു വലിയൊരു അപ്പോൾ എല്ലാവരും അത് ഇനിയുള്ള ഭാവി പരിപാടികൾക്ക് അത് ശ്രദ്ധിക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വന്ന് പങ്കെടുക്കുക. ഇത് ഇനിയും മുമ്പോട്ട് പോകട്ടെ. ഇതിൽ ഈ ഒരു കൂട്ടത്തിൽ വന്ന് നമ്മളുടെ ഒരു ആത്മവിശ്വാസം പ്രത്യേകമായിട്ട് വർദ്ധിക്കുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൂടും. ഒന്നും കൂടി നമുക്ക് ഏത് സദസ്സിൻ്റെ മുമ്പിലും നമുക്ക് പൂജ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് ഒരു നല്ലൊരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഏത് സദസ്സിലും ചെയ്യാനുള്ള ഒരു അത് ഈ ഒരു കൂട്ടായ്മ കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു സദസ്സിൽ പ്രത്യേകിച്ച് തന്ത്രിമാരുടെ കൂടെ പൂജ ചെയ്യാൻ സാധിക്കുവാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹം തന്നെ വേണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതിനായി പ്രവർത്തിച്ച TVSRCയുടെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ചും ഹരിയേട്ടനും ശ്രീരാമേട്ടനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഇത്രയുള്ള പറയാം. നമ്മള് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ വ്യക്തവും കൃത്യതയാർന്നതുമായ നമ്മുടെ നിലപാടുകൾ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെ നാരായണൻ ഉൾപ്പെടെ പലർക്കും അറിയാം, നമ്മൾ ഈ തുടങ്ങിയ കാലം മുതൽ ഇപ്പൊ ഭാനുവേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ബേസ് പൂജാ പഠനമാണ്. അതില് വിമുഖത കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഒരാളെ വലിച്ചെറിഞ്ഞത്. അപ്പൊ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ബേസ് ഹരിയേട്ടൻ നടക്കുന്ന പൂജാ പഠനമാണ്. അപ്പൊ വർഷത്തിലൊരിക്കൽ ഹരിയേട്ടനെ ഗുരുനാഥനെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൃത്യതയും കർശനവും കർക്കശമാണ്. അതില് നിലപാടില് ഒരു വെള്ളം ചേർക്കാനും തയ്യാറാവില്ല. ഇനി അങ്ങോട്ടുള്ള തുടർ പഠനങ്ങളും നമുക്ക് കുറെ ആൾക്കാരെ എന്തെങ്കിലും കുറച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാമൂഹ്യ ബോധത്തിന്റെ പിൻബലത്തിലാണ്. ഹരിയേട്ടൻ കുറെ ആൾക്കാരെ പഠിപ്പിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ലഭ്യതക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഞാനിതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിന് എന്തെങ്കിലും ലഭ്യമുണ്ടാകാൻ വേണ്ടിയിട്ടോ, വൈശ്രവണ നാരായണേട്ടനും സുരേന്ദ്രേട്ടനും ഭാനുവേട്ടനും രാമേട്ടനും അടക്കമുള്ള അംഗങ്ങള് ഇതൊരു ജീവിതമാർഗമായിട്ട് അത് ചെയ്യുന്നവരല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാമൂഹ്യ വീക്ഷണത്തോട് കൂടിയിട്ട് ഇതൊരു നമ്മുടെ ധർമ്മമാണ്,
ഇത് നമ്മുടെ ഇല്ലത്തുള്ള തേവാരത്തിന് പൂജ ചെയ്യാൻ വേണ്ടി നമ്മൾ ഭംഗിയായും കൃത്യതയാർന്നും പഠിക്കേണ്ടതാണ്. നമ്മൾ സമൂഹത്തിൽ എവിടെയെങ്കിലും പോയി പൂജ ചെയ്യുന്ന സമയത്ത് അത് ഭംഗിയായി പഠിച്ചാൽ, അക്ഷരശുദ്ധിയോടുകൂടി പഠിച്ചാൽ, അത് തെറ്റില്ലാതെ പഠിച്ചാൽ മാത്രമേ അവർക്ക് ഗുണമുണ്ടാവൂ, നമുക്ക് ഗുണമുണ്ടാവൂ. അത് തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലമുറക്കും നമ്മുടെ പരമ്പരക്കും ദോഷം ഉണ്ടാവും എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തലമുറയിൽ, നമ്മുടെ സമാജത്തില് ഇത്തരം മൂല്യച്യുതി ധാരാളമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പരമ്പര നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ നേതൃത്വത്തിന് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നാരായണനെ പോലെയുള്ള കുറെ ആൾക്കാർ പിന്തുണ നൽകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉള്ള നമ്മുടെ സന്ദേശം, നമ്മുടെ ഒരു നിലപാട് കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇനി ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആരെങ്കിലും പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം, ഞാൻ ഘനശ്യാമാണ്, 7ാം ബാച്ചിലാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഘനശ്യാം 2ാം ബാച്ച് തുടങ്ങിയ ആളാണ് അല്ലേ? അതെ അതെ അതെ, 2ാം ബാച്ചിൽ തുടങ്ങി നിർത്തി. അല്ല, അതാണ് ഞാൻ ഘനശ്യാമിനെ 2ാം ബാച്ച്, ഞാനതാണ് എന്റെ നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞത്. എന്റെ നിലപാടുകളോട് സ്വതവേ ഇപ്പൊ ഞാൻ ഈ ഹരിയേട്ടൻ്റെ ഒപ്പം കൂടെ പോയി കഴിഞ്ഞാൽ ഹരിയേട്ടന് മുന്നിൽ ഞാൻ ദേഷ്യം പിടിക്കില്ല. എനിക്ക് ഹരിയേട്ടൻ ഞാൻ വിളിക്കുന്നെങ്കിലും എന്നേക്കാൾ ഞാൻ സത്യസമാജത്തിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഹരി എന്നാ പറയാ. എന്നേക്കാൾ വയസ്സ് കുറവാണ്. പക്ഷെ നമ്മളത് ബഹുമാനം കൊണ്ടാണ് ഹരിയേട്ടനോട് അങ്ങനെ പറയാറ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഘനശ്യാം ഭട്ടിനെ എനിക്ക് 2ാം ബാച്ചിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് 5ാം ബാച്ചിലും ഘനശ്യാം ഭട്ട് അഡ്മിഷൻ വന്നപ്പോൾ ഞാൻ 2 എന്നുള്ളത് അതിന്റെ ബ്രാക്കറ്റിൽ 5ഉം കൂടി ചേർത്ത് ഘനശ്യാം ഭട്ടിനെ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഘനശ്യാം ഭട്ട് 7ാം ബാച്ചിൽ വന്നപ്പോൾ ഞാൻ 2, 5, 7 എന്നിട്ട് ഘനശ്യാം ഭട്ടിനെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ അതേ സമയത്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത കുറെ പൂജാപഠനം പഠിതാക്കൾ, ഇന്നും മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഒരുപാട് പഠിതാക്കളുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ബോധമാണ്, വേറെ ഒന്നുമല്ല. അതിന് ആരും അലോഗ്യം കാണിച്ചിട്ട് കാര്യമില്ല, അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഘനശ്യാം ഭട്ടിനെ 2ാം ബാച്ചില് ഘനശ്യാം ഭട്ട് ഭംഗിയായിട്ട് പീഠപൂജയും മൂർത്തിപൂജയും ഒക്കെ ചെയ്ത വീഡിയോ ഇന്നും എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഘനശ്യാം ഭട്ട് പറഞ്ഞോളൂ. എനിക്ക് വലിയ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഒരു ഭാഗ്യം തന്നതിന് നന്ദി. എനിക്ക് പൂജ ഒന്നും അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇതിനു മുമ്പ് 2 മാസവും ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അത് എനിക്കൊരു ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതായിട്ട് ഒരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിലായിട്ട് എനിക്ക് അവസാനം ഈ 2 മാസത്തിന്റെ അടുത്തായി ഞാൻ ക്ലാസ്സിൽ കയറാണ്ട്. അപ്പൊ അവസാനം ആണ് ഞാൻ പരീക്ഷയ്ക്ക് പോകണം, പരീക്ഷയിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീരാമനോട് പറഞ്ഞപ്പോ ശ്രീരാമൻ പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വന്നപ്പോ പൂജ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് എല്ലാവരും കൂടി ഇരുന്ന് പൂജ കഴിക്കാനുള്ള ഒരു അവസരം ശ്രീരാമേട്ടൻ എനിക്ക് ചെയ്തു തന്നു. അതിന് നന്ദി പറയാണ്. പിന്നെ ശ്രീരാമേട്ടനോട് എനിക്ക് അലോകിയ വിഷമം ഒന്നുമില്ല. എനിക്ക് എന്റെ ഒരു ഇതുകൊണ്ടാണ് അന്ന് നിർത്തേണ്ടി വന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ടാണ് നിർത്തേണ്ടി വന്നത്. പിന്നെ 5ാം ബാച്ചിൽ 4ാം ബാച്ചിലാണ് ഞാൻ 2ാമത് കയറിയത്. അത് ചേർത്തലയിൽ ഒരു കുറച്ച് വലിയ അമ്പലത്തിലേക്ക് കയറി. അപ്പൊ അവിടെ 8, 8:30 വരെയാണ് സമയം വൈകുന്നേരം. അപ്പൊ അത് കഴിഞ്ഞപ്പോ അതിൽ പങ്കെടുക്കാൻ പറ്റാണ്ടായി, അവിടെ നിർത്തി. ഞാൻ 2ാമത് ഞാൻ ഇപ്പൊ ഉള്ള അമ്പലത്തിലേക്ക് തന്നെ തിരിച്ച് ശാന്തിക്ക് അവർ വിളിച്ചു, അവിടേക്ക് വന്നു. അപ്പൊ അവിടെ ഇപ്പൊ ഒഴിവ് ഈ സമയം കിട്ടുമ്പോഴാണ് പിന്നെയും ഞാൻ ഇതിലേക്ക് ചേർന്നത്. ഇപ്പൊ 7ാം ബാച്ചിൽ ഞാൻ പരീക്ഷ എഴുതി മുഴുവനാക്കി. അപ്പോ പാസ്സാവുന്നുള്ളൊരു ധൈര്യമുണ്ട്. അങ്ങനെ എല്ലാവർക്കും നന്ദിയുണ്ട്. എനിക്ക് ഈ വലിയ ഒരു യജ്ഞത്തിൽ ഭാഗമാവാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നാരായണ ഒരു നന്ദി പറഞ്ഞോളൂ. ആദ്യമായിട്ട് എന്താണെങ്കിലും ഇങ്ങനെ ഒരു മഹായജ്ഞം നടത്താൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. തന്ത്രസമാജത്തിൻ്റെ അകമഴിഞ്ഞ സഹായങ്ങളോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇതിൽ പങ്കെടുത്തവരുണ്ടാവും, പങ്കെടുക്കാത്തവരും എല്ലാം ഉണ്ടാവും. അപ്പോൾ പങ്കെടുക്കാത്തവർക്ക് ഇപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടാവും മനസ്സിന്. പക്ഷെ അത് നമുക്ക് സാരമില്ല, നമുക്ക് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവും.
ഈ കൂട്ടായ്മ ഇങ്ങനെ തന്നെ പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ടാവും. ആ അവസരങ്ങളിലെല്ലാം ഉപയോഗിക്കുക. നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടത്. അല്ലാണ്ട് നമ്മളെ തേടി ഒന്നും ഇങ്ങോട്ട് വന്നോളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് എവിടെ ഉണ്ടോ അവിടെ എത്തിപ്പെടണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം അതിന് ഈ പ്ലാറ്റ്ഫോം പോലെ വളരെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ അറിവുകൾ കൂട്ടുക. ഹരിയേട്ടനെ പോലെ എപ്പോൾ വിളിച്ചാലും എപ്പോൾ മെസ്സേജ് ചെയ്താലും ആൻസർ ചെയ്യുന്ന ഒരു ഗുരുനാഥൻ എനിക്ക് തോന്നുന്നത് നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു 1000-ത്തിലുള്ള ആൾക്കാരുണ്ടാവും. ആര് വിളിച്ചാലും ഹരിയേട്ടൻ ഇന്ന ആളാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇന്ന ആളല്ലേന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുരുനാഥൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീരാമേട്ട നമുക്കൊരു ഗ്രൂപ്പ് നടന്നു പോകുമ്പോൾ 2 തരത്തിലുള്ള ആൾക്കാർ വേണം. ഒന്ന് എല്ലാം ഇങ്ങനെ ലൈറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരും ഇടയ്ക്കൊരു വടിയെടുക്കാൻ പറ്റുന്ന ഒരാളും ഉണ്ടാവണം. അങ്ങനെ ഒരാൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട്, ശ്രീരാമേട്ടൻ. എന്നുവെച്ചാൽ അത് ആവശ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കൊന്ന് തെളിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ടും കൂട്ടം തെറ്റിപ്പോവും. അപ്പോൾ അതിന് പറ്റിയ ഒരാളും നമുക്ക് കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും കിട്ടും. അതിനെ മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ഇതിൽ പങ്കെടുത്ത, നേരിട്ടോ അല്ലാതെയോ ഒക്കെ പങ്കെടുത്ത എല്ലാ പഠിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. TVSRCയുടെ പേരിൽ സ്പെസിഫിക് ആയിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു.